എൻ്റെ പേര് VS രാജേഷ്. ഞാൻ കൊല്ലത്ത് കടപ്പാക്കട ജനൈകം ദിനപത്രത്തിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട്. എൻ്റെ അച്ഛൻ VK വാസുക്കുട്ടി പണിക്കർ. അദ്ദേഹം സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്ത് ഓഫീസറായിരുന്നു. അമ്മ P സതീദേവി വീട്ടമ്മയായിരുന്നു. നല്ല വായനക്കാരിയായിരുന്നു. അവരുടെ 3 മക്കളിൽ ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. കൊല്ലത്ത് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലത്തായിരുന്നില്ല. അച്ഛൻ പഞ്ചായത്ത് ഓഫീസറായിരുന്നതുകൊണ്ട് അച്ഛൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ച് എൻ്റെ പഠിത്തവും മാറി മാറി വന്നു. ആദ്യം 1-ാം ക്ലാസ്സിൽ പത്തനംതിട്ട, അച്ഛൻ്റെ നാട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഇലന്തൂരിലാണ്. അവിടെ ആയിരുന്നു 1-ാം ക്ലാസ്സിൽ പഠിച്ചത്. അച്ഛൻ പിന്നീട് റാന്നി പെരുന്നാട് പഞ്ചായത്ത് ഓഫീസറായി പോയപ്പോൾ 2-ാം ക്ലാസ് ഞാൻ അവിടെ പഠിച്ചു. പക്ഷേ 3-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് കൊല്ലത്ത് കടപ്പാക്കടയിൽ വന്നു. അവിടെ സ്ഥിരതാമസമാക്കി. കൊല്ലം കടപ്പാക്കടയിലുള്ള കുമാരവിലാസം UP സ്കൂളിലും പിന്നീട് ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് കൊല്ലം SN കോളേജിൽ 1982-87 കാലത്ത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പും ഡിഗ്രി കോമേഴ്സും ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടാണ് പ്രസ് അക്കാഡമി, അന്ന് 1986-87 ആദ്യ ബാച്ചിൽ, പ്രസ് അക്കാഡമി എന്നായിരുന്നു അന്നത്തെ പേര്, ഇന്നിപ്പോൾ മീഡിയ അക്കാഡമി, അതിൻ്റെ ആദ്യ ബാച്ചിൻ്റെ എൻട്രൻസ് എഴുതി അവിടെ ചേരുന്നത്. പത്രപ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാനുള്ളൊരു കാരണം, ഞാൻ കുട്ടിയായിട്ട് വളരുമ്പോൾ തന്നെ ജനൈകം അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വേളയായിരുന്നു. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ആണ് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന മഹാനായ പത്രാധിപർ താമസിച്ചിരുന്നത്. ആ വീട്ടിൽ ഒരു കുട്ടിയെ ആകർഷിക്കാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു കുരങ്ങനുണ്ടായിരുന്നു, ആമയുണ്ടായിരുന്നു, പേരുള്ള പരുന്തുണ്ടായിരുന്നു, റഷ്യൻ നാടോടി കഥകളുടെ വലിയ ശേഖരം ഉണ്ടായിരുന്നു. അന്നേരം ആ വീട്ടിൽ ഒരു അന്തേവാസി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ആ വീട്ടിലോടാണ് ഞാൻ വളർന്നത്. അന്നേരം കാമ്പിശ്ശേരി കരുണാകരൻ എന്ന പത്രാധിപരെ ഞാൻ കാമ്പിശ്ശേരി മാമൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം, എനിക്ക് അവധി ദിവസമാണെങ്കിൽ അദ്ദേഹം രാവിലെ 10 മണിക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടി ജനൈകം പത്ര ഓഫീസിലേക്ക് പോകും. അവിടെ ഞാൻ അങ്ങോട്ട്, അദ്ദേഹത്തിൻ്റെ മുറി 2-ാമത്തെ നിലയിലാണ്. അവിടോട്ട് പോകുമ്പോൾ അവിടെ ന്യൂസ് പ്രിൻ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ ഒരു സ്റ്റോറുണ്ട്, ജനൈകം വാരിക, കഥാപതിപ്പ്, സിനിരമ അന്നത്തെ ഏറ്റവും പ്രചാരമുള്ള ചലച്ചിത്ര പ്രസിദ്ധീകരണമായിരുന്നു. ഇതൊക്കെ, അതോടൊപ്പം തന്നെ ന്യൂസ് പ്രിൻറ്റിൻ്റെ മണം എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യമായിരുന്നു, ഈ ന്യൂസ് പ്രിൻറ്റിൻ്റെ മണം. അങ്ങനെ ഈ കാമ്പിശ്ശേരി കരുണാകരൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോകുന്നു. കോംപ്ലിമെൻ്ററി കോപ്പി എന്ന സീലടിച്ച ജനയുഗം വാരിക, കഥാപതിപ്പ്, ബാലയുഗം, അന്ന് ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും ആകർഷകമായിരുന്നു ബാലയുഗം. അതെല്ലാം ഓരോ കോപ്പികൾ കിട്ടുന്നു. അങ്ങനെ പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു ആകർഷക വലയത്തിലേക്ക് ഞാൻ അടുക്കുകയായിരുന്നു. ഇടയ്ക്ക് അന്ന് ജനയുഗത്തിനൊക്കെ ഈ പ്രമുഖ വ്യക്തികൾ മരിച്ചാൽ, ഇപ്പം സഞ്ജയ് ഗാന്ധി ഗ്ലൈഡർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അന്നേരം അതിൻ്റെ ഒരു A4 സൈസ് പേപ്പറിൽ ഈ വാർത്ത അടിച്ച് വിതരണം ചെയ്യും. അവിടെ കുറേ കൊല്ലത്ത് കടപ്പാക്കടയിലും ചിന്നക്കടയിലും ഒക്കെ വിതരണം ചെയ്യും. അന്നേരം അതിൻ്റെ ഒരു ബണ്ടിൽ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ ഒരു ആകർഷകത്വം, ആ കൗതുകമാണ് ഒരു പത്രപ്രവർത്തനത്തിലൂടെ ഒരു ആകർഷണം ആദ്യം ഉണ്ടാക്കിയത്. പക്ഷേ അതിലും വലിയ ആകർഷണം വരാനിരിക്കുന്നതായിരുന്നു. ഞാൻ സിനിമ സ്ഥിരമായിട്ട് കാണും, അല്ലെ അച്ഛനും അമ്മയും സിനിമയ്ക്കെല്ലാം പോകും. അന്നേരം ഞങ്ങളെല്ലാം 3 പേരും കൂടെ, അച്ഛനും അമ്മയും കൂടെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പ്രേം നസീറായിരുന്നു. പ്രേം നസീർ അന്ന് സൂപ്പർ സ്റ്റാറാണ്. സിനിരമ പ്രേം നസീറിനെ കുറിച്ചൊരു പതിപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, കാമ്പിശ്ശേരി കരുണാകരനെ കാണാൻ വേണ്ടി പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് അദ്ദേഹം എൻ്റെ തലയിൽ തലോടിയിട്ടുണ്ട്. അന്നേരം എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, പ്രേം നസീറിനെ പോലുള്ള ആൾക്കാരൊക്കെ പത്രപ്രവർത്തകരുടെ വീടുകളിൽ പോകും. അങ്ങനെ ഒരു കൗതുകം വന്നു. ശരിക്കും പറഞ്ഞാൽ പത്രപ്രവർത്തനം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ പ്രീ ഡിഗ്രിക്ക് എൻ്റെ ചേട്ടനെയും ചേച്ചിയെയും പോലെ സെക്കൻഡ് ഗ്രൂപ്പ് എടുപ്പിക്കാനാണ് വീട്ടിൽ തയ്യാറായത്. സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞ് എനിക്കിത് മതിയാക്കി ഞാൻ കൊമേഴ്സ് ബിരുദം നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള പ്രസ് അക്കാഡമി കൊച്ചിയിൽ ആദ്യ ബാച്ച് ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. TKG നായർ എന്ന് പറഞ്ഞ മനോരമയുടെ ലീഡർ റൈറ്ററും പ്രമുഖ പത്രപ്രവർത്തകനുമായിരുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ. കോഴ്സ് ഡയറക്ടർ, PRD ഡയറക്ടറായിരുന്ന ശ്രീ തോട്ടം രാജശേഖരൻ. അതിൽ ആദ്യ ബാച്ചിൽ അപേക്ഷിച്ചു, എൻട്രൻസ് എഴുതി, അവിടെ പ്രവേശനം കിട്ടി. കാക്കനാടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാക്കനാടല്ല, അന്നത്തെ കാക്കനാട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വികസനം നടന്ന സ്ഥലങ്ങളിലൊന്നാണ് കാക്കനാടെന്ന് ഞാൻ പറയും. കാരണം അന്ന് അതൊരു കുഗ്രാമമായിരുന്നു. കുറുക്കന്മാരുള്ള, അല്ലെങ്കിൽ ചെന്നായ്ക്കളുള്ള, അങ്ങനെയുള്ള അത് വല്ലാത്ത രീതിയിലുള്ളൊരു കുഗ്രാമം. അവിടുന്ന് ഞങ്ങൾ നടന്നാണ് അങ്ങ് ഷെണോയ്സിലൊക്കെ പോയി സിനിമ കാണാൻ പോയിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പഠിച്ചത്. ആ ബാച്ചിൽ പഠിപ്പിക്കാനായിട്ട് സുകുമാർ അഴീക്കോട് ഗസ്റ്റ് ലെക്ചറായിട്ട് വന്നിട്ടുണ്ട്. ലീലാവതി ടീച്ചറും C രാധാകൃഷ്ണൻ സാറും ഒക്കെ അവിടുത്തെ പതിവ് അധ്യാപകരായിരുന്നു. അന്ന് TKG സാറ് പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ
KG നെടുങ്ങാടി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ പത്രാധിപർ അവിടുത്തെ സ്ഥിരം അധ്യാപകനായിരുന്നു. അത് രസകരമായ ഒരു കാലമായിരുന്നു. 26 അംഗ ബാച്ചായിരുന്നു. ആ ബാച്ചിൽപ്പെട്ട മിക്കവാറും ആൾക്കാർ പത്രപ്രവർത്തകരായിട്ട് പിന്നീട് മാറി. അങ്ങനെ ജേർണലിസം പഠിച്ചിറങ്ങിയ ശേഷം ജനയുഗം പത്രത്തിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. അന്ന് തോപ്പിൽ ഗോപാലകൃഷ്ണനായിരുന്നു അതിൻ്റെ പത്രാധിപർ, കാമ്പിശ്ശേരിയുടെ മരുമകനുമായിരുന്നു. ആ ജനയുഗം പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പുകളിൽ അന്ന് സന്തോഷ് എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനായിരുന്നു അതിൻ്റെ എഡിറ്റർ. അദ്ദേഹം എന്നെക്കൊണ്ട് സിനിമയെക്കുറിച്ചും മറ്റുമൊക്കെ അന്ന് എഴുതിക്കുമായിരുന്നു. അന്നേരം എഴുതാനുള്ള ഒരു കൗതുകം, അങ്ങനെ പത്രപ്രവർത്തനം മതി, ഇനി വേറെ ഒരു പരീക്ഷയും ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ദേശാഭിമാനിയിൽ അന്ന് P. കണ്ണൻ നായർ എന്ന് പറഞ്ഞ ദേശാഭിമാനിയുടെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷറുണ്ട്. ഞാൻ പ്രസ് അക്കാഡമി പഠിക്കുമ്പം എൻ്റെ അടുത്ത സുഹൃത്ത് ശ്രീ അരുൺകുമാർ, അദ്ദേഹം AKGയുടെ അനിയൻ്റെ മകനാണ്. അദ്ദേഹം P. കണ്ണൻ നായരുടെ സന്തത സഹചാരിയാണ്. അങ്ങനെ ഞാനും ഈ കണ്ണൻ നായർ സഖാവുമായിട്ട് വലിയ അടുപ്പത്തിലായി. അന്നേരം എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ട്, അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹം വിശേഷ ദിവസങ്ങളുണ്ട്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ദേശാഭിമാനി പരീക്ഷ വരും, അതുവരെ ദേശാഭിമാനിയുടെ കൊല്ലം ബ്യൂറോയിൽ RS ബാബുവാണ് ബ്യൂറോ ചീഫ്. അന്നേരം RS ബാബുവിനെ എനിക്ക് നേരത്തെ അറിയാം. എൻ്റെ കടപ്പാക്കട സ്വദേശിയാണ് RS ബാബു. അതുമാത്രമല്ല, അന്ന് ശിവറാം അവാർഡൊക്കെ നേടി അദ്ദേഹം വലിയൊരു ഗ്ലാമർ താരമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അന്നേരം പൊതുവേ പത്രപ്രവർത്തനത്തോട് അങ്ങനെ ഒരു RS ബാബുവിൻ്റെ ഒക്കെ ആ ഒരു, അന്ന് പത്രത്തിലെല്ലാം അവാർഡ് വാർത്ത വരുന്നു, RS ബാബുവിൻ്റെ വലിയ വലിയ വാർത്തകൾ ദേശാഭിമാനിയിൽ വരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ആകർഷണ ഘടകമായിരുന്നു. അങ്ങനെ കടപ്പാക്കടയിൽ ദേശാഭിമാനി ഓഫീസ് അവിടെ തന്നെ ആയിരുന്നു. അവിടെ RS ബാബുവിൻ്റെ കൂടെ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായി, ഒരു ലൈനർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതെനിക്ക് നൽകിയത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം RS ബാബു ഒരേ സമയം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായിരുന്നു. അന്നേരം പല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അതിനുള്ളൊരു വലിയ സൗമനസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പത്രപ്രവർത്തനം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം RS ബാബു എൻ്റെ അടുത്ത് പറഞ്ഞ്, കാവനാടെന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു പ്രാദേശിക പ്രശ്നമുണ്ട്, അവിടെ പോയിട്ട് ഒരു വാർത്ത അതിൻ്റെ ഇത് എടുത്തുകൊണ്ട് പോവാ. അന്നേരം അന്ന് ഉച്ച കഴിഞ്ഞ് മെഴ്സിക്കുട്ടി അമ്മ പിന്നീട് മന്ത്രിയൊക്കെ ആയ അവരുടെ കല്യാണമുണ്ട്. അന്നേരം ഉച്ച കഴിഞ്ഞാണ് കല്യാണം, 3:30. അന്നേരം അതിന് പോകാം, അതിന് മുമ്പ് നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കടപ്പാക്കടയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് ഊണ് കഴിക്കാനായിട്ട് പോകുമ്പോൾ RS ബാബു ഒരു സ്കൂട്ടറിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പെരുമൺ വരെ പോകണം, അവിടെ ഒരു തീവണ്ടി അപകടം ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ സ്കൂട്ടറിൻ്റെ പുറകെ കയറ്റി കടപ്പാക്കട ജംഗ്ഷനിൽ പോയി ഒരു ടാക്സി കാർ എടുത്ത്. അന്ന് ഇതുപോലെ വലിയ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ദേശാഭിമാനിക്ക് കൊച്ചിയിലാണ് എഡിഷൻ എന്ന്, തിരുവനന്തപുരത്ത് ബ്യൂറോ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം എഡിഷൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ LV ജോൺസൺ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ ഈ കാറിൽ കയറ്റി എന്നെ കൊണ്ട് ജില്ലാ ആശുപത്രി ഇറക്കി, കൊല്ലം ജില്ലാ ആശുപത്രി ഇറക്കിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്നോ, ഇപ്പം ഇങ്ങനെ ഈ തീവണ്ടി അപകടത്തിൽ മരിച്ച ആൾക്കാരുടെ ബോഡിയൊക്കെ ഇവിടെ കൊണ്ടുവരും, ഇവിടെ ഒരു വലിയ സീനായി മാറും. ഞാൻ ചെന്ന് അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നനഞ്ഞു കുളിച്ച ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ വരാന്തയിൽ കിടത്തി നിരനിരയായി. അന്നേരം അല്ലാതെ വേറെ രക്തമോ ഒന്നുമില്ല. അത് വാസ്തവത്തിൽ ശവശരീരങ്ങളാണ്, മൃതശരീരങ്ങളാണ്. അത് കണ്ട് ഞാൻ സത്യത്തിൽ അതിശയിച്ചു. കാരണം ഇത്രയും മൃതശരീരങ്ങൾ, ഏതാണ്ട് 105ഓളം പേർ അതിൽ മരിച്ചായിരുന്നു. അത് വാർത്ത അവിടുന്ന് ആശുപത്രിയിൽ നിന്നുള്ള സ്റ്റോറി ഞാൻ ചെയ്തു. ബാക്കി എന്നിട്ട് ഇവർ പെരുമണി പോയി, അവിടുന്ന് വാർത്തയും എല്ലാമായിട്ട് RS ബാബു അവിടെ തന്നെ നിന്നു. ജോൺസനെ കൊച്ചിയിലേക്ക് അയച്ചു. അടുത്ത തിരുവനന്തപുരത്ത് നിന്ന് ഏഴാച്ചേരിയും SR ശക്തിധരനോടെ വന്നു. അങ്ങനെ പിന്നീട് ഓരോ ദിവസവും പെരുമൺ റിപ്പോർട്ടിങ്ങാണ്. അടുത്ത ദിവസം മാധവറാവു സിന്ധ്യയായിരുന്നു അന്ന് സിവിൽ വ്യോമയാന മന്ത്രി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് വലിയ എന്തെങ്കിലും പാരിതോഷികം, അല്ലെങ്കിൽ പാരിതോഷികമല്ല, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ആ പത്രസമ്മേളനത്തിന് പോയി. പിന്നീട് 55 ദിവസം ഞാനും ഈ ഫോട്ടോഗ്രാഫർ LV ജോൺസണും എല്ലാ ദിവസവും രാവിലെ പെരുമണി പോകുമായിരുന്നു. ആദ്യം ഈ തീവണ്ടി ഗതാഗതം അത് പരിഹരിക്കാൻ വേണ്ടി അന്ന് ഇടതുപക്ഷ മന്ത്രിസഭയാണ്. EK നായനാരാണ് മുഖ്യമന്ത്രി, TK ഹംസയാണ് പൊതുമരാമത്ത് മന്ത്രി. മന്ത്രിയൊക്കെ എപ്പോഴും അവിടെ വരും. അന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ വന്നും പോയി നിൽക്കും. ആ 55ാമത്തെ ദിവസമാണ് പെരുമൺ ദുരന്തത്തിലെ ഏറ്റവും ഒടുവിൽ ഒരു മൃതശരീരം അവിടുന്ന് ആ വെള്ളത്തിൽ നിന്ന് പൊക്കുന്നത്. എനിക്കിപ്പോഴും അതുണ്ട്, ഭീമാകാര രൂപത്തിൽ ചീർത്ത് ഒരു മൃതദേഹം. അത് ആരാണെന്ന് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ വാർത്തയും റിപ്പോർട്ട് ചെയ്ത് പെരുമൺ ദുരന്തത്തിൻ്റെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ജില്ലാ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ സഹായ അഭ്യർത്ഥനയുമായി, അല്ലെ മകനെയോ മകളെയോ കാണാൻ പറ്റാതെ അവരെവിടെ പോയി, വണ്ടിയിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒപ്പം സഞ്ചരിച്ചോ മരിച്ചോ എന്നൊക്കെ അന്വേഷിച്ച് അതിൽ നിന്ന് ഒരുപാട് പേര് രക്ഷപ്പെട്ടു. MA ബേബിയുടെ ഭാര്യ ശ്രീമതി ബെറ്റിയും മകൻ അപ്പുവും എല്ലാം ആ അപകടത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരാണ്. രക്ഷപ്പെട്ട ആൾക്കാർ അവരുടെ ഉറ്റവരെ തിരയുന്ന ആ ദൃശ്യം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പിന്നീട് എല്ലാ ദിവസവും പോകുമ്പോൾ ഈ ഒരു ദിവസം അവിടെ തേജസ്വിനി ആരാധ്യ എന്ന് പറഞ്ഞൊരു ലേഡി, അവർ ലങ്കേഷ് പത്രികയുടെ കറസ്പോണ്ടൻ്റാണ്. അവരന്ന് കല്യാണം കഴിച്ചിരുന്നത് SK ആരാധ്യ എന്ന് പറഞ്ഞ കർണാടക SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിന്ന് വരുന്നുണ്ട്, കൊല്ലം DC ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവരെയും കൊണ്ട് ഞാനും ജോൺസണും ഇതുപോലെ പെരുമണി പോയി. പിൽക്കാലത്ത് അവർ SK ആരാധ്യയെ ഉപേക്ഷിച്ചു, അവർ വേറെ വിവാഹം ചെയ്തു. അവർ പിന്നീട് ദേവഗൗഡയെ പരാജയപ്പെടുത്തി MP ആയിട്ടുണ്ട്, ഈ തേജസ്വിനി ആരാധ്യ. ലങ്കേഷ് പത്രിക വളരെ പ്രശസ്തമാണ്, കവിതാ ലങ്കേഷ് ഒക്കെ അടങ്ങുന്ന. അങ്ങനെ അത് നല്ല രസകരമാണ്. അന്നേരം അന്ന് ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ദേശാഭിമാനിലൊരു വാർത്ത എഴുതിയതാണ്, ഗളത്തി എന്ന് പറഞ്ഞാൽ. അത് അവർ സ്ത്രീ എന്നാണ് ഗളത്തി എന്ന് കന്നഡയിൽ പറഞ്ഞത്. അവരവിടെ കൈകാര്യം ചെയ്യുന്ന ഒരു കോളത്തിൻ്റെ പേരായിരുന്നു. ഇവരെ കുറിച്ചാണ് ആ ദേശാഭിമാനിൽ അന്ന് കിട്ടിയ ഒരു ബൈലേനാണത്. പെരുമൺ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആകെ കിട്ടിയ ബൈലേനും അതായിരുന്നു. അന്ന് പത്രങ്ങൾ ഇന്നത്തെ പോലെ വാരിക്കോരിയൊന്നും ബൈലേൻ കൊടുക്കില്ല. പക്ഷേ ഞാൻ ഈ സിനിമയോടുള്ള എൻ്റെ ഒരു പ്രേമം കൂടുതലായതുകൊണ്ട് ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് വരും, എൻ്റെ ബന്ധുക്കളെല്ലാം ഉള്ള സ്ഥലം എന്നുള്ള നിലയിൽ. അങ്ങനെ ഭരത് ഗോപി അന്ന് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുക, കാരണം അദ്ദേഹത്തിന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹം കരമനയിലാണ് അന്ന് താമസിക്കുന്നത്. അന്നേരം ഞാൻ ഈ ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് നമ്പർ നോക്കി അദ്ദേഹത്തെ വിളിച്ച്. അന്നേരം പറഞ്ഞു എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ദേശാഭിമാനിക്ക് വേണ്ടി ഒരു ഫീച്ചർ ചെയ്യാനാണ്. വാ എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ച്, നിങ്ങൾ ഈ പത്രക്കാരെന്ത് വിവരക്കേടാണ് എഴുതി വയ്ക്കുന്നത്, നിങ്ങൾ സത്യസന്ധമായിട്ട് വല്ലതും എഴുതുമോ? ഒരു പത്രം, മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം എന്നെക്കുറിച്ച് എഴുതി വെച്ച് എനിക്ക് 5 പൈസ പോലും വരുമാനമില്ല, അതിനുശേഷം 5ഉം 10ഉം രൂപയുടെയൊക്കെ മണി ഓർഡറുകൾ എനിക്ക് ആൾക്കാർ അയച്ചു തരിക എന്ന് പറഞ്ഞു. ഞാൻ ആകെ അപമാനിതനാണെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു. ഞാനതെല്ലാം വള്ളി വിടാതെ എഴുതിയെടുത്ത്. അങ്ങനെ അന്നേരം പുള്ളി പറഞ്ഞു ഇത് സത്യസന്ധമായിട്ടേ കൊടുക്കാവൂ. ഞാൻ ചോദിച്ചു ഇത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ റിപ്പോർട്ട് അന്ന് ദേശാഭിമാനിയുടെ ഈ കൾച്ചറെല്ലാം കൈകാര്യം ചെയ്തിരുന്ന NP ചന്ദ്രശേഖരന് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു വിവരമില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ അഴീക്കൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി. രാവിലെ ഈ ബസ്സിൽ കയറി കൊല്ലത്തേക്ക് വരാൻ വേണ്ടി അവിടെ ഒരു ചായക്കടയിൽ നിൽക്കുമ്പോൾ ദേശാഭിമാനി പത്രം ഭരത് ഗോപിയുടെ പടം 1ാം പേജിൽ. ഞാൻ അന്തം വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അവരെന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് മേളിലൊരു 2 കോളത്തിൽ താഴെ വരെയും അതിൻ്റെ ജമ്പ് അകത്തെ പേജിലേക്കും. അത് കഴിഞ്ഞ് ഭരത് ഗോപി എനിക്കൊരു കത്തയച്ചു, ഇതാ സത്യസന്ധമായിട്ട് വാർത്ത എഴുതുന്ന ഒരാളാണെന്നെല്ലാം പറഞ്ഞ്. അത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അന്നേരം അതിങ്ങനെ അന്നേരം ഈ വേറെ ജോലിക്ക് പോകണമെന്നൊക്കെ വീട്ടിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, പക്ഷേ പത്രപ്രവർത്തനം മതി എന്നുള്ള ഒരു നിലയിൽ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഈ പെരുമൺ ദുരന്തം ഇതുപോലെ ഭരത് ഗോപി ഐറ്റം തുടങ്ങി. മേരിക്കുട്ടി വധക്കേസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഫാദർ ആൻ്റണി ലാസർ കൊലപ്പെടുത്തിയ ഒരു കേസ് കൊല്ലത്ത് കോടതിയിലുണ്ടായിരുന്നു. അത് അവസാനം വരെ കവർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ദേശാഭിമാനി ഇരിക്കുമ്പോഴാണ് മംഗളം ദിനപത്രം കോട്ടയത്ത് നിന്ന് തുടങ്ങുന്നതായിട്ട് KM റോയ് സാർ എന്നെ പ്രസ് അക്കാഡമി പഠിപ്പിച്ച ആളാണ്. കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു ടെസ്റ്റിന് വിളിക്കുക, അന്നേരം വന്ന് എഴുതണം. അന്നേരം കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേള കൂടിയാണ്. ഞാൻ ദേശാഭിമാനിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം RS ബാബുവും NP ചന്ദ്രശേഖരനും അതിനുവേണ്ടി വന്നിട്ടുണ്ട്. അന്നേരം അവർ പറഞ്ഞ് പോയി പരീക്ഷയൊക്കെ എഴുതിയിട്ട് വാ. അങ്ങനെ അവിടെ പോയി പരീക്ഷ എഴുതിയ ദിവസം തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ മംഗളത്തിൽ ജോലി കിട്ടി. അവിടെ 30 അംഗ ആദ്യ ബാച്ചിൽ ജോയി തിരുമൂലപുരമാണ് എഡിറ്റർ, KM റോയ് സാറ് ജനറൽ എഡിറ്റർ, R ഗോപികൃഷ്ണൻ സാറ് ചീഫ് ന്യൂസ് എഡിറ്റർ. അതിലെ 30 അംഗ ബാച്ചിലാണ് എനിക്ക് പ്രവേശനം കിട്ടിയത്. പക്ഷേ ആ ബാച്ചിൽ ഉള്ള മിടുക്കരായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ആ ബാച്ചിൽ 2 ഈ ചൂത്തകൾ എന്ന് പറയാവുന്ന ഒരു സ്ഥാനമായിരുന്നു എനിക്കും സജീവ് മാത്യു. പുള്ളി പിന്നീട് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഡെസ്കിലേക്ക് പോയി ഡൽഹിയിൽ. പിന്നീട് തിരിച്ച് കേരളത്തിൽ വന്ന് കൊച്ചിയിലുണ്ട്, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെയാണ്. ഞങ്ങളെ 2 പേരും അവിടെ നിന്ന് സംസാരിക്കുന്ന ജോയ് സാർ എപ്പോഴും നമ്മളെ ഇട്ട് ഞോണ്ടുകയും സാറ് പറയുന്നത് പത്രപ്രവർത്തനത്തിൽ താല്പര്യമില്ലാതെ വന്നിരിക്കുകയാണോ. അന്നേരം പിന്നീട് മനസ്സുമടുത്ത് ഇത് തുടരണോ വേണ്ടതെന്ന് പോലും ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ട്രയൽ അടിക്കാൻ തുടങ്ങി പത്രം ട്രയൽ അടിച്ച് തുടങ്ങുമ്പം രാത്രിയിൽ ഓരോരുത്തർക്കും മാറി മാറി ഡ്യൂട്ടി ഇടും. ഈ ട്രയൽ കോപ്പി വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് താല്പര്യമുള്ള കുറച്ച് പേരെ കാണിക്കും. അങ്ങനെ ഒരു ദിവസം ട്രയൽ അടിക്കുന്ന ദിവസം രാത്രിയായപ്പം പ്രേം നസീർ മരിക്കുന്ന വാർത്ത ഒരു 11 മണിയോടുകൂടി വന്നു. അത് കഴിഞ്ഞ് ഒരു 1 മണി കഴിഞ്ഞപ്പോൾ ആ വാർത്ത കില്ല് ചെയ്തു. അന്നേരം ഞാൻ ആ പേജിൻ്റെ, എനിക്ക് പ്രേം നസീറിനെ കുറിച്ച് എഴുതാൻ ഒന്നും വേണ്ട, ഞാൻ ആ 1ാം പേജും അകത്തൊരു പേജ്, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഇത് വിതരണം ചെയ്യുമെന്നുള്ളൊരു വെല്ലുവിളിയില്ല, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നസീർ 2:30 ആയപ്പം നസീർ മരിച്ചില്ല എന്നുള്ള രീതിയിലുള്ള വാർത്ത വന്നതോടുകൂടി അന്നേരം പ്രസ് സൂപ്പർവൈസർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഞാൻ പറയും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇത് വെളിയിൽ വിതരണം ചെയ്യാനല്ല. ഭാഗ്യത്തിന് 4:30-5 മണിയായപ്പോൾ നസീർ മരിച്ചു. അന്ന് ഈ വാർത്തയായിട്ട് കേരളത്തിലിറങ്ങിയ ഏക പത്രം കേരളകൗമുദിയായിരുന്നു. കേരളകൗമുദിയുടെ തിരുവനന്തപുരം പതിപ്പിൽ പ്രേം നസീറിൻ്റെ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ മംഗളം പുറത്ത് വിതരണം ചെയ്തില്ല. അങ്ങനെ ഈ പത്രം അവിടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ഗോപികൃഷ്ണൻ സാറ് വന്ന് കണ്ട് വളരെ സന്തോഷം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ജോയി തിരുമൂലപുരം വരുന്നത്. ജോയി സാറ് വന്നിട്ട് ഈ പത്രം ഇങ്ങനെ ഞാനൊരു അല്പം മാറിയിരിപ്പുണ്ട്. അന്നേരം ഇതെല്ലാം നോക്കിയിട്ട് ഗോപി സാറിൻ്റെ അടുത്ത്, ഗോപി ഇത് ആരാ ചെയ്തത്? അന്നേരം രാജേഷാണ്. അവനിവിടെ ഉണ്ടോ? അന്നേരം ഗോപി സാർ പറഞ്ഞു അവിടെ അവനെ വിളിയെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് അടക്കം. പക്ഷേ ജോയി സാർ എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്,
നീയാണടാ പത്രപ്രവർത്തകൻ, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്നിലെ പത്രപ്രവർത്തകൻ്റെ ഉദയം അവിടെ നിന്നായിരുന്നു. അതിനുശേഷം പത്രം പൊതു ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അന്നേരം ജോയ് സാറ് പറഞ്ഞ് രാജേഷിനെ തൃശ്ശൂരിലേക്ക് ലേഖകനായിട്ട് വിടാം. അന്നേരം തൃശ്ശൂരെന്ന് പറഞ്ഞാൽ മംഗളം വാരികയ്ക്ക് ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള സ്ഥലമാണ്. ആൻറ്റോ നെല്ലിക്കുന്നെന്ന് പറഞ്ഞൊരു വലിയ ഏജൻറ്റുണ്ട്. അങ്ങനെ എന്നെ തൃശ്ശൂർ, അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ആരുടെയെങ്കിലും സഹായം കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ ഗോപികൃഷ്ണൻ സാറും ജോയ് സാറും കൂടെ അവിടെ മറ്റ് പത്രങ്ങൾ, ഇപ്പോൾ എക്സ്പ്രസ്, മാധ്യമം, ദീപിക, ഇവരിലൊക്കെ ഉള്ള പ്രമുഖ പത്രപ്രവർത്തകരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. അന്നേരം അവരുടെ അടുത്തെല്ലാം ജോയ് സാറ് പറയുന്നുണ്ട് രാജേഷും ഉണ്ടാവും, നിങ്ങൾ ബ്യൂറോ ചീഫെന്നൊന്നും കാണത്തില്ല. പക്ഷേ അതിനൊന്നും ആരും വഴങ്ങിയില്ല. അവസാനം ജോയ് സാറ് പറഞ്ഞ് ഇവൻ തന്നെ മതി, നീ തന്നെ ഇവിടെ മതി എന്ന് പറഞ്ഞു. അത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ദലൈലാമ കുടക് വിസിറ്റ് ചെയ്യുന്നത്. ദലൈലാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടി. അന്നേരം ആ വാർത്ത കേരള കൗമുദിയിൽ EM അഷ്റഫാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. EM അഷ്റഫിൻ്റെ ഭാര്യയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടക് സ്വദേശിനിയാണ്. അന്നേരം ആ വാർത്ത വന്നപ്പോൾ ജോയ് സാർ എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബാലു മേനോൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെന്ന്. അന്നേരം ബാലു വരും, നിങ്ങൾ രണ്ടുപേരൂടെ പോയി ദലൈലാമയെ കാണണം, അയാളുടെ ഇൻ്റർവ്യൂ എടുക്കണം, അവിടെ നിന്നൊരു ഫീച്ചറും ചെയ്യണം എന്ന് പറഞ്ഞു കുടക് സെറ്റിൽമെൻറ്റിനെ കുറിച്ച്. അങ്ങനെ ഞാനും ബാലുവും 2 ദിവസം മുമ്പേ കുടകിൽ ഈ ബൈലേ കൂപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ എത്തി, അവിടുത്തെ ആ സെറേ മൊണാസ്ട്രി എന്ന് പറഞ്ഞ ആരാധനാലയം, അവിടെയാണ് ദലൈലാമ വരുന്നത്. അവിടെ എല്ലാം പോയി കണ്ടു. അന്നേരം അവിടെ വെച്ചൊരു ഒരു വിദേശ വനിതയെ പരിചയപ്പെട്ടു. അവർ ലൈഫ് മാഗസീന് വേണ്ടി ഈ ദലൈലാമയുടെ ജീവചരിത്രത്തിൻ്റെ ലഘുക്കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർ ഇദ്ദേഹമായിട്ട് വളരെ അടുപ്പത്തിലാണ്. അന്നേരം ഈ ബൈലേ കൂപ്പയിൽ നിന്ന് സെറേ മൊണാസ്ട്രിയിലേക്ക് ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അന്നേരം അവിടെ ഒരു വലിയ റിസപ്ഷൻ വെച്ചിട്ടുണ്ട്, വലിയ ആർച്ചും. അന്നേരം ദലൈലാമ വന്നിട്ട് അവിടെ ഒരു സ്വീകരണം കൊടുക്കുമെന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അന്നേരം ഈ വിദേശ വനിത ലൂയിസ് റൊമാനോ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒന്നും ദലൈലാമ ഇറങ്ങത്തില്ല, നേരെ ഇങ്ങ് ആശ്രമത്തിലേക്ക് വരത്തേ ഉള്ളൂ. അങ്ങനെ അവരുടെ വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഞാനും ബാലു മേനോനും എല്ലാം അവിടെ നിൽക്കുകയാണ്. അന്നേരം പിന്നെ കണ്ണൂരിൽ നിന്ന് മനോരമയുടെ ഗോപി ചേട്ടൻ, പിന്നെ PP ശശീന്ദ്രൻ, മാതൃഭൂമി, EM അഷ്റഫ്, കേരള ഇവരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഈ ദലൈലാമ വന്ന് കൈയും വീശി പോയി, അതിൻ്റെ പുറമേ നമ്മളും പോയി. അങ്ങനെ അവിടെ ചെന്ന് അകത്ത് കയറി സെറേ മൊണാസ്ട്രി അടച്ച്, ബാക്കിയുള്ളവരൊക്കെ പിന്നെ വെളിയിൽ നിൽക്കുക. അന്നേരം അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നിട്ട് അന്നേരം എല്ലാവരും അന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അന്നേരം ഇദ്ദേഹത്തെ കണ്ട് ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ദൗത്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പിന്നീട് പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞു 3 ദിവസത്തേക്ക് അദ്ദേഹം ആരെയും കാണുന്നില്ല, അത് കഴിഞ്ഞൊരു പത്രസമ്മേളനം നടത്തും, എല്ലാവരോടും സംസാരിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഇവിടെ വരെ വന്നിട്ട് ഇത് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ലൂയിസ് റൊമാനോ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാ ദിവസവും 1/2 മണിക്കൂർ അവർക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ കാര്യം സംസാരിക്കാം. അടുത്ത ദിവസം അവർ പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ 9:30 അവിടെ വരണമെന്ന് പറഞ്ഞു. ഞാനും ബാലും കൃത്യമായിട്ട് ചെന്നു. അവിടെ ചെന്ന് ദലൈലാമയെ കൊണ്ട് പരിചയപ്പെടുത്തി. ദലൈലാമ ഒരു പാവം വളരെ വിശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹം വളരെ കാര്യമായിട്ട് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, പത്രം ഏതാണ്, പത്രം അദ്ദേഹത്തിന് അറിയാവുന്നിട്ടല്ല, ഏത് ഭാഷയാണ്, എങ്ങനെയാണ് അവിടുത്തെ പത്രം. ഞാൻ പറഞ്ഞു കേരളം മുഴുവൻ പത്രം വായിക്കുന്ന ആൾക്കാരാണെന്ന് പറയും, രാവിലെ തൊട്ട് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ കാര്യമായിട്ട് അന്നേരം പൂർവ്വ യൂറോപ്പ് പ്രതീക്ഷ തരുന്നു എന്ന് പറഞ്ഞ്, ടിബറ്റിന് പ്രതീക്ഷ തരുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊരു ഇൻ്റർവ്യൂ മംഗളത്തിൽ 8 കോളത്തിൽ അടിച്ചു വന്നു. അതൊരു നമുക്കൊരു വലിയ ബൂസ്റ്റായിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് വേരുകൾ തേടുന്നവർ എന്ന് പറഞ്ഞ് ടിബറ്റൻ ജനതയെക്കുറിച്ചൊരു പരമ്പരയും ഞാൻ മംഗളത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ഈ തൃശ്ശൂർ, ഇതിനിടയിൽ ഞാൻ വടക്കുന്നാഥൻ സാക്ഷി എന്ന് പറഞ്ഞ് ഒരു കോളം എഴുതുന്നുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂരിലെ കൾച്ചറൽ കാര്യങ്ങളും എല്ലാം. അതിനിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു കുറേ ലോക്കൽ പരമ്പര ചെയ്തപ്പം അത് വലിയ ഭീഷണിയായി. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡർ, അയാൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകളെ ഒരു കോളേജിൽ നിന്ന് പുറത്താക്കി. ആ വാർത്തയും ഞാൻ റിപ്പോർട്ട് ചെയ്തു. അത് വലിയ പ്രശ്നമായി. അവസാനം മയക്കുമരുന്ന് ലോബി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ അയ്യന്തോളിലായിരുന്നു താമസിച്ചിരുന്നത്. അയ്യന്തോളിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് ഒരു മാരുതി വാൻ എന്നെ ഇടിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ കയറി. അന്ന് അവിടുത്തെ SP ആയിട്ടിരുന്ന രമേശ് ചന്ദ്രഭാനുവായിരുന്നു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു എനിക്ക് 21-22 വയസ്സേ ആയിട്ടുള്ളൂ. വളരെ സൂക്ഷിക്കണം, ഇതിൻ്റെ ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തും നിൽക്കുന്ന ആൾക്കാർ വലിയ പുള്ളികളാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിലാരെയും പിടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം PP ജെയിംസ് എന്ന ദീപികയുടെ ലേഖനം, ഞാനും ജെയിംസും കൂടെ ഒരു രാംദാസ് തിയേറ്ററിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ വന്നിരുന്ന് കുറേ ആൾക്കാർ എന്നെ തോണ്ടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ മാറിയിരുന്നപ്പം വീണ്ടും അത് ആവർത്തിച്ചു. അന്നേരം ഞാൻ ജെയിംസിനടുത്ത് ഇറങ്ങിയത് എന്താ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങിയപ്പോൾ ആ സ്വരാജ് റൗണ്ടിലൂടെ ഇതുപോലൊരു ജീപ്പ് വീണ്ടും ഓടിച്ചു. ഞാനും ജെയിംസ് ഓടി. ജെയിംസിൻ്റെ ദീപിക ഓഫീസ് സ്വരാജ് റൗണ്ടിലാണ്. അവിടെ കയറി ഗ്രില്ലിട്ട് അന്നേരത്തേക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്ന് അതിലുള്ള 1-2 പേരെ പിടിച്ചു. അങ്ങനെ ആ കേസ് വലിയ രീതിയിൽ വന്നു. അന്നേരം അത് EK മേനോൻ എന്ന് പറയുന്ന തൃശ്ശൂർ MLA
അത് നിയമസഭയിൽ ഉന്നയിച്ചു. അന്ന് SFI നേതാവ് മത്തായി ചാക്കോ ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി. മത്തായി ചാക്കോ അതുപോലെ തന്നെ ജെയിംസ് മാത്യു ഉണ്ടായിരുന്നു. അവർ സ്വരാജ് റൗണ്ടിലൊരു മനുഷ്യച്ചങ്ങലയൊക്കെ തീർത്ത് മയക്കുമരുന്നിനെതിരെ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ മംഗളം പത്രത്തിൽ വെച്ച് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. അതിനിടയിലാണ് ബാംഗ്ലൂർ എയർബസ് ദുരന്തം ഉണ്ടാകുന്നത്. 102 പേര് മരിച്ചു. അങ്ങനെ ജോയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞ് ഞാനും ബാലുവും വീണ്ടും ബാംഗ്ലൂർ പോകുന്നു. എയർബസ് ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നു. ചല്ലാഘട്ട് എന്ന് പറയുന്ന ഒരു ചതുപ്പ് നിലത്താണ് ബാംഗ്ലൂരിൽ എയർബസ് ദുരന്തം ഉണ്ടായത്. അത് അവിടെ വെച്ച് അനിതാ പ്രതാപൊക്കെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു. അവിടെ ഒരു തമാശയുണ്ടായി. അന്ന് ദൂരദർശനാണ് ആകെയുള്ളൊരു ചാനൽ. ദൂരദർശൻ കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനാണ് അന്ന് സിവിൽ വ്യോമയാന മന്ത്രി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമുണ്ട്. സ്വാഭാവികമായിട്ടും 100-ലധികം ആൾക്കാരൊക്കെ വലിയ മരിക്കുന്ന ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്രമന്ത്രി അവിടെ വന്ന് അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തും. അങ്ങനെ പത്രസമ്മേളനത്തിലേക്ക് ഞാൻ പോവുകയാണ്. അന്നേരം ഇതിനു മുമ്പൊരു കഥയെന്ന് പറയുന്നത് ശൃംഗേരി മഠാധിപതിയുടെ ഒരു സ്ഥാനാരോഹണം, അത് റിപ്പോർട്ട് ചെയ്യാനും എന്നെ വിട്ടിരുന്നു. അവിടെ ചെന്നപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബാംഗ്ലൂർ ബ്യൂറോ ചീഫ് ഒരു ഭാസ്കരേട്ടൻ, അദ്ദേഹം ഒരു സീനിയർ മോസ്റ്റ് ജേർണലിസ്റ്റാണ്, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ എയർബസ് ദുരന്തം ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ഞാൻ ഈ പത്രസമ്മേളനത്തോട്ട് ചെല്ലുമ്പം ഭാസ്കരേട്ടൻ എന്നെ കൈ കാണിച്ച്, ഞാൻ വിളിച്ച് അടുത്തോട്ട് ചെന്നാൽ പുള്ളി എൻ്റെ അടുത്ത് പുള്ളിയുടെ അടുത്ത് എന്നെ പിടിച്ചിരുത്തി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു. ഹലോ ഭാസ്കർജി എന്ന് പറഞ്ഞ് പുള്ളി അദ്ദേഹത്തിൻ്റെ അപ്പുറത്തിൽ. അന്നേരം ദൂരദർശനിൽ ഈ വിഷ്വൽ ഇങ്ങനെ, അന്നേരം ഈ ഭാസ്കരേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിഷ്വൽ. ഞാനാണ് തൊട്ടടുത്ത്. അന്നേരം നമ്മുടെ തന്നെ അന്ന് മംഗളത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ വർഗീസ് സാറ്, അദ്ദേഹം പറഞ്ഞു ഇവനാൾ കൊള്ളാമല്ലോ, ഉടൻ തന്നെ മന്ത്രിയുടെ അടുത്തൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കൗതുകങ്ങളുണ്ട്. ഈ സംഭവം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു. അദ്ദേഹം എന്നിട്ട് പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസം എന്നെ വന്ന് കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ മംഗളം ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നു. പ്രത്യേകിച്ചും ജോയി തിരുമൂലപുരം, ഞാൻ എൻ്റെ മെൻറ്ററായി കാണുന്ന ഒരാൾ ജോയി തിരുമൂലപുരമാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തന്നു. അദ്ദേഹം ലേഔട്ടിലെ ഒരു രാജാവായിരുന്നു. ലേഔട്ട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ന്യൂസ് സെൻസിൻ്റെ കാര്യത്തിൽ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ജോയി സാറ് മംഗളത്തിൽ നിന്ന് പോയ ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ചാഴിക്കാടൻ ഇടിമിന്നലേറ്റ് മരിച്ച്, തോമസ് ചാഴിക്കാടൻ്റെ സഹോദരൻ ബാബു ചാഴിക്കാടൻ, അന്ന് രമേശ് ചെന്നിത്തലയോടൊപ്പം ജീപ്പിൽ പോകുമ്പോൾ അദ്ദേഹം ഇടിമിന്നലേറ്റ് മരിച്ചു. ഏറ്റുമാനൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പക്ഷേ മംഗളത്തിൽ മാത്രം അത് മെയിൻ സ്റ്റോറി ആയില്ല. അന്നേരം ജോയ് സാറ് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇത് മെയിൻ സ്റ്റോറി അല്ലേ, കൊടുക്കുന്നില്ലേ. അന്നൊരു എഡിറ്റർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ വാർത്തയായിട്ട് വരുന്നത്. പക്ഷേ അടുത്ത ദിവസം ഇറങ്ങിയ പത്രങ്ങളിൽ മംഗളം ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും മെയിൻ സ്റ്റോറി ആയിരുന്നു. അന്നേരം ഈ ന്യൂസ് സെലക്ട് ചെയ്യുന്നതിലും ന്യൂസ് സെൻസ് അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ജോയി തിരുമൂലപുരം വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഗോപികൃഷ്ണൻ സാർ. ഗോപികൃഷ്ണൻ സാറും ഒരു വേഴ്സറ്റൈൽ ജീനിയസാണ്. സ്പോർട്സ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഏത് വിഷയം, പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാം ഗോപികൃഷ്ണൻ സാറ് മറക്കാൻ പറ്റില്ല. KM റോയ് സാറ് ഒരു നാഷണൽ ഇൻ്റർനാഷണൽ റേഞ്ചിലുള്ള ഒരു പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദീർഘകാല എക്സ്പീരിയൻസുകൾ, പൊളിറ്റിക്സിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. ഇത് കഴിഞ്ഞ് മാടവന ബാലകൃഷ്ണ പിള്ള സാറും അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരുപാട് ജനകീയ ബന്ധങ്ങളുണ്ടായിരുന്നു. അതിന് ഇവരുടെയൊക്കെ ഒരു പല രീതിയിലുള്ള ഒരു പ്രോത്സാഹനവും ഒരു വാത്സല്യവും നമ്മളുടെ പത്രപ്രവർത്തനയെ വളരെയധികം സഹായിച്ചു. അവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു മറ്റൊരു അനുഭവമായിരുന്നു. അഭയ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ. ഒരു ദിവസം ഞാൻ ഡെസ്കിലിരിക്കുകയാണ്. ഞാനുണ്ട്, ഷാർലി ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകൻ, ഗോപികൃഷ്ണ സാറും ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. അന്നേരം ഞാനാണ് എടുത്ത ഫോൺ. ചെറിയാൻ സക്കറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ബ്യൂറോ ചീഫ്, മംഗളത്തിൻ്റെ കോട്ടയം ബ്യൂറോ ചീഫിൻ്റെ ഫോണായിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു പയസ് 10th കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീ മരിച്ചിട്ടുണ്ട്, കിണറ്റിൽ വീണാ മരിച്ചത്, നമ്മളൊരു ചരമവാർത്തയായിട്ടല്ലേ കൊടുക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഗോപി സാറിനോട് പറഞ്ഞു, ഇത് കോട്ടയത്ത് നിന്ന് അന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളൊന്നും, പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുള്ള പത്രങ്ങളാണ്, അവരാരും കൊടുക്കില്ല. ആര് കൊടുത്താലും ചരമവാർത്തയ്ക്ക് അപ്പുറം കൊടുക്കില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ മൈലേജ് ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം റോയ് സാറ് വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് റോയ് സാറ് അന്ന് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ അന്നേരം വർഗീസ് സാർ അവിടെ കയറി വന്നു. വർഗീസ് സാർ വന്നപ്പോൾ ഗോപി സാറെ വിഷയം അവതരിപ്പിച്ചു. നമ്മളെല്ലാം കാര്യം പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു കുഴപ്പമാവുമെന്ന് ചോദിച്ചു. അന്നേരം കുഴപ്പമൊന്നും ആവത്തില്ല. അങ്ങനെ ഞാനും സാജു നടക്കലും ഒരു ജീപ്പ് എടുത്ത് ആ അരീക്കരയിലുള്ള അഭയുടെ വീട്ടിൽ പോയി. അവിടുന്ന് മതിലിൽ സാജു വലിഞ്ഞു കയറി ഒരു മേശയുടെ പുറത്ത് കയറി എടുത്ത പടമാണ് അടുത്ത ദിവസം പത്രത്തിൽ വന്നത്. ആ വാർത്തയായിട്ട് വന്നു. ചെറിയാൻ സക്കറിയോട് ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞു. ആ വാർത്ത നമ്മൾ കമ്പയർ ചെയ്ത് അടുത്ത ദിവസം മംഗളത്തിൽ 1ാം പേജിൽ 4 കോളത്തിൽ കന്യാസ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നു. ബാക്കി പത്രങ്ങളിലെല്ലാം അത് ചരമക്കോളത്തിൽ ഒതുങ്ങി. അവിടെ നിന്നാണ് അഭയയുടെ ഒരു പുനർജന്മം. പിൽക്കാലത്ത് ഞാൻ കേരളകൗമുദി വന്ന സമയത്ത് ഇവിടെ ഈ ഫോറൻസിക് ലാബിൽ റിപ്പോർട്ടുകൾ ഇവർക്ക് ഉള്ള പൂഴ്ത്താൻ നോക്കിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം അഭയയുടെ ഞാൻ മനസ്സിലായി, ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാർക്ക് ആത്മാവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അഭയയ്ക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ
അതിങ്ങനെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. പിൽക്കാലത്ത് ആ കേസിൽ പ്രതികളാക്കപ്പെടുകയും ചിലർ ശിക്ഷിക്കപ്പെടുകയും പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. ജോമോൻ പുത്തൻ പുരയ്ക്കൽ ഈ ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എൻ്റെ ഈ കാര്യം പറഞ്ഞിട്ട് ഉണ്ട്. അതും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ മംഗളത്തിൽ ഇരിക്കുന്ന സമയത്താണ് കുവൈറ്റ് ടൈംസ് എന്ന് പറഞ്ഞൊരു ഗൾഫ് പത്രത്തിൻ്റെ പ്രതിനിധിയായി കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത്. അന്നേരം കേരളത്തിൽ നിന്ന് വാർത്തകൾ അയക്കുന്നു. പൊളിറ്റിക്കൽ 2 പേജ് മലയാളം പേജുണ്ട് അതിലേക്ക് വാർത്തകൾ അയക്കുന്നു. ചാരക്കേസ് വരുമ്പോൾ അവിടുത്തെ ശശികുമാർ എന്ന് പറയുന്ന അതിലൊരു പ്രതിയായിരുന്ന ശശികുമാറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് ഞാനാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ അതിനിടെ അവസാനം മംഗളത്തിൽ നിന്ന് രാജിവെച്ചു. കുവൈറ്റ് ടൈംസ് മാത്രമായി മാറുന്നു. അന്ന് ചാരക്കേസിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട് CBI ഡയറക്ടർ രാമരാജ റാവു അദ്ദേഹം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോയിരുന്നു. അന്ന് കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായിരുന്ന BC ജോജോ എല്ലാം ഉണ്ടായിരുന്നു. ജോജോയുടെ അടുത്താണ് ഞാനിരുന്നത്. അന്നേരം ഈ രാമരാജറാവുവിൻ്റെ അടുത്ത് 2-3 ചോദ്യം ഞാൻ ചോദിച്ചു. നമുക്ക് ഇടമലം നോക്കാനില്ലായിരുന്നു. കാരണം ജോജോ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുവൈറ്റ് ടൈംസിന് വേണ്ടിയാണ്. കേരള കൗമുദി താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു താല്പര്യമുണ്ടോ, ഞാൻ വായിച്ചു വളർന്ന പത്രമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ശരിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു. അത് AP വിശ്വനാഥൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഡിറ്ററിൻ്റെ ആയിരുന്നു. വിശ്വനാഥ് സാർ എഴുതിയിരുന്ന യു ആർ ഫ്രീ ടു ഡു യുവർ അസൈൻമെൻറ്റ് വിത്ത് കുവൈറ്റ് ടൈംസ്. പക്ഷേ കേരള കൗമുദിക്ക് വേണ്ടി ഒരു ഗൾഫ് പത്രം പ്രൊഡ്യൂസ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ കേരള കൗമുദി വന്നു. പക്ഷേ 2 ദിവസമേ ഗൾഫ് പത്രത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റുള്ളൂ. അത് ആ സമയത്ത് തിരുവനന്തപുരം ബ്യൂറോയിലെ ഒരു ലേഖകൻ സാം ചെമ്പകത്തിൽ പത്തനംതിട്ടയിലേക്ക് മാറിപ്പോയി. അന്നേരം വിശ്വനാഥ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ച ബ്യൂറോയിലൊന്നിരിക്കുന്നു. അങ്ങനെ ഇരുന്നതാണ്. ബ്യൂറോയിൽ ഒരുപാട് നാളിരുന്നു. ആ സമയത്താണ് ഒന്നിലധികം ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്യാൻ പറ്റി. പക്ഷേ ഒരു വലിയ ബ്രേക്കിലേക്ക് പോയത് SSLC ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു. അന്ന് AR രാജീവാണ് ബ്യൂറോ ചീഫ്, ജോജോ എന്ന എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, ദീപു രവി മാനേജിങ് എഡിറ്ററാണ്, മണിസാറുണ്ട്, N രാമേന്ദ്രൻ സാർ എന്ന് പറയുന്ന പത്രപ്രവർത്തന രംഗത്തെ കുലപതി എഡിറ്റോറിയൽ അഡ്വൈസറാണ്. അങ്ങനെ ഒരു വിപുലമായ ഒരു മുരുകനടക്കമുള്ള ആൾക്കാരൊന്നും ഉണ്ട് അവിടെ. അങ്ങനെ ഈ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഇങ്ങനെ കേരള കൗമുദിയിൽ. അത് ആരോ വിളിച്ചിട്ട് എന്നെ ടെലിഫോൺ PBXC വിളിച്ചിട്ട് എനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു SSLCയുടെ ചില ചോദ്യങ്ങൾ, ഈ കഴിഞ്ഞ ഒരു പരീക്ഷയുടെ ചോദ്യങ്ങൾ ആരൊക്കെയോ മനസ്സിലാക്കുന്നു എന്ന്, കുട്ടികൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് മകൻ പറയുന്നു. അന്നേരം അതൊന്ന് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. അന്നേരം സംസാരിച്ചപ്പോൾ തന്നെ SSLC ചോദ്യപേപ്പർ ചോരത്തില്ല എന്നുള്ള ഒരു നിഗമനമായിരുന്നു. എന്നാലും ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞ സ്കൂൾ തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ ഹൈസ്കൂളാണ്. അവിടെ വിളിച്ചു. അന്നേരം പ്രിൻസിപ്പൽ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ഞാൻ ആ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോഴും അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടൊക്കെ സംസാരിക്കും. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്നേരത്തേക്ക് അദ്ദേഹം താണു. അന്നേരം വിവരങ്ങളില്ലായിരുന്നു സത്യത്തിൽ. അന്നേരം അദ്ദേഹം പറഞ്ഞു നിങ്ങളിത് സ്കൂളിൻ്റെ പേര് കളയരുത്. അന്നേരം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന്. ആ സമയത്താണ് ഒരു ലേഡി വിളിച്ചിട്ട് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ 7 ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അടുത്ത ദിവസം നമ്മളിങ്ങനെ ചോദ്യപേപ്പർ ചോർന്നതായ അഫീഹം എന്നൊക്കെ പറഞ്ഞ് 7 ചോദ്യങ്ങൾ, ഇതാണ് പ്രചരിക്കുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഉച്ചയ്ക്ക് പരീക്ഷ കഴിഞ്ഞതോടുകൂടി ഇത് ഫോൺ കോളുകളുടെ പ്രവാഹമായി. കാരണം ഒരുപാട് പേര് ഈ പരീക്ഷയിൽ ഈ 7 ചോദ്യങ്ങളും ചോദിച്ചു. അതോടുകൂടി ചോദ്യപേപ്പർ ചോർന്നെന്നുള്ള ഉറപ്പായി. അങ്ങനെ അതിനുവേണ്ടിയുള്ള അന്വേഷണം നടന്നു. ആ സമയത്ത് ഇവിടെ ഒരു കൊലപാതകം ഇവിടെ തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ ബോംബേർ കൊലപാതകമൊക്കെ നടന്നു. അത് കവർ ചെയ്തിരുന്ന ഞാനായിരുന്നു. അതിലെ ചില പ്രതികളുമായിട്ടൊക്കെ എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സൈനിക നീക്കം പോലെ എൻ്റെ അറിവിലുള്ള എല്ലാവരുടെ ഈ ചോദ്യപേപ്പർ ഉണ്ടോ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാവരും കൂടെ ഉള്ള ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഈ ചോദ്യപേപ്പർ കിട്ടുന്നത്. അന്നേരം N രാമേന്ദ്രൻ സാറിൻ്റെ ഒരു ഉപദേശമായിരുന്നു, ഈ ചോദ്യം നമ്മൾ പോലീസിന് കൈമാറുന്നു, DPI പരീക്ഷാ കമ്മീഷണർക്ക് കൈമാറണം. ആ വാർത്ത 17 ചോദ്യങ്ങളടങ്ങിയ ചോദ്യപേപ്പർ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിന്ന് DPIക്കും DGPക്കും കൈമാറുന്നു. അങ്ങനെ വാർത്ത കൊടുത്തു. അതോടുകൂടി നമ്മൾ കൊടുത്ത ചോദ്യപേപ്പർ സെറ്റേഴ്സ്, ചോദ്യം സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ, അന്ന് DPI ആയിരുന്നത് അജിത് കുമാർ IAS എന്നുള്ളൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പക്ഷേ ഈ ചോദ്യപേപ്പറുകൾ പ്രചരിപ്പിച്ച സമയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പരിഹസിച്ചു, നിങ്ങൾക്കൊന്നും ഒരു വിവരമില്ലേ, SSLC ചോദ്യം ചോരുമോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അത് ചോർന്നു. അദ്ദേഹം സെറ്റേഴ്സിനെ വിളിച്ചു വരുത്തി ഒത്തു നോക്കിയപ്പം ചോദ്യപേപ്പർ ശരിയാണ്. അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, രാജേഷിന്, കേരള കൗമുദിയുടെ ചീഫ് റിപ്പോർട്ടർ രാജേഷിന് കിട്ടിയ ചോദ്യം ഒറിജിനൽ ചോദ്യപേപ്പറാണെന്ന് പറഞ്ഞു. അതോടെ പരീക്ഷകൾ മാറ്റിവെച്ചു. അതായിരുന്നു അത് വലിയൊരു കോളിളക്കത്തിൽ സൃഷ്ടിക്കാൻ പോയ ഒരു വലിയ സംഭവമായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ചു. അന്ന് നിയമസഭ നടക്കുന്ന സമയമാണ്. ET മുഹമ്മദ് ബഷീറാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹം അന്ന് അടുത്ത ദിവസം വൈകിട്ട് കേരള കൗമുദി ഓഫീസിൽ ചീഫ് എഡിറ്ററെ കാണാനെത്തി. അദ്ദേഹം ചീഫ് എഡിറ്റർ എന്നെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ്, കുട്ടികൾക്കിടയിലൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവരുത്, 2-3 പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ട്, അത് ചോർന്നെന്നുള്ള വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞു.
അന്നേരം മണി സാർ പറഞ്ഞു അങ്ങനല്ല, ശരിയായിട്ടുള്ള വാർത്തയെ കൊടുക്കത്തുള്ളൂ, കുട്ടികളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു വാർത്തയും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത്. നമ്മൾ സ്വീകരിച്ച നിലപാടിനെ അനുമോദിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ മാതൃഭൂമി പത്രത്തിലൊരു മുഖപ്രസംഗം വന്നു. കേരളകൗമുദി ഈ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു. അവർക്ക് ഒറിജിനൽ ചോദ്യ പേപ്പർ തന്നെ കിട്ടിയിട്ട് അവർ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പത്രത്തിൻ്റെ ചുമതല നിറവേറ്റി. അന്ന് വരെ പൊതുവേ ഒരു പത്രം മറ്റൊരു പത്രത്തെ എഡിറ്റോറിയലിലൂടെ അഭിനന്ദിക്കാറില്ല. അങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. പക്ഷേ ഈ കേസ് അന്വേഷണം തുടങ്ങിയ അന്ന് തൊട്ട് ഇത് അട്ടിമറിക്കാനുള്ളൊരു നീക്കം ഒരേ സമയമുണ്ടായി. അന്ന് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് അവർ എല്ലാവരും ആ അന്വേഷണത്തിൻ്റെ ആദ്യം വന്ന് മൊഴിയെടുക്കുന്നത് എൻ്റെയാണ്. എൻ്റെ മൊഴി അന്നത്തെ ഒരു പോലീസ് ഓഫീസർ വന്ന് ലോക്കൽ പോലീസ് എടുത്തു. അന്നേരം അദ്ദേഹം അവസാനം എൻ്റെ അടുത്ത് ചോദിച്ചു, വെറുതെ എന്തിനാ പുലിവാല് പിടിക്കുന്നത്, ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വിവരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിയമസഭയിൽ പ്രതിപക്ഷം വേളം വെച്ചതോടുകൂടി ഇത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് SP ഇതേ രീതിയിലാണ് ഈ കേസ്. അന്ന് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന ആളിന് ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളിനായിട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നതായിരുന്നു. അന്നേരം ഈ കേസ് തേച്ച് മാച്ച് കളയാനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചോർത്തി തന്നുകൊണ്ടിരുന്ന പോലീസിലെ ഓഫീസർമാരുണ്ടായിരുന്നു. അന്നത്തെ ഇൻ്റലിജൻസ് SP ആയിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹമൊക്കെ ഒരുപാട് രീതിയിൽ ഇത് പുറത്ത് വരണം എന്നുള്ള രീതിയിൽ വാർത്തകൾ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നപ്പം ഇത് CBIക്ക് വിടണം എന്നുള്ളൊരു വാദം വന്നു. കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് കൊച്ചിയിലൊരു സംഘടന, വിഷ്ണു, അയാൾ എന്നെ കാണാൻ വന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം മേടിച്ച് അവർ ഹൈക്കോടതി അർജി കൊടുത്തു. ഹൈക്കോടതി ഈ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. അങ്ങനെ CBI ഓഫീസർ PK ഐൻസ്റ്റീൻ, അദ്ദേഹം സിക്കിമിലൊക്കെ പ്രവർത്തിച്ച അവിടെ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഒരു മന്ത്രിയുടെ പദവി വരെ പോയിട്ടുള്ള ആൾ. അദ്ദേഹം വന്ന് 3.5 മണിക്കൂറാണ് കേരളകൗമുദിയുടെ ഓഫീസിൽ വന്ന് എൻ്റെ മൊഴിയെടുത്തത്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിച്ചു, അതിൻ്റെ പ്രതികളെ മുഴുവൻ കണ്ടെത്തി. അന്നേരം ഈ ചോദ്യപേപ്പർ ചോർച്ച പുറത്ത് കൊണ്ടുവന്നതിന് തൊട്ട് പിന്നാലെ ചോദ്യവും ചോർച്ചയും എന്ന് പറഞ്ഞ അച്ചടി കരാറിലെ അഴിമതിയെക്കുറിച്ചൊരു പരമ്പരയും കൂടെ ചെയ്തു. അന്നേരം 2 രീതിയിലാണ് കേസ്. ഒന്ന് ചോദ്യപേപ്പർ ചോർച്ച, 2 അച്ചടി കരാറിലെ അഴിമതി. ഈ രണ്ടും CBI പ്രത്യേകം അന്വേഷിച്ചു. ആദ്യം ആദ്യ കേസ് ചോദ്യപേപ്പർ ചോർന്ന കേസിൻ്റെ കുറ്റപത്രമാണ് കൊടുത്തത്. ആ കുറ്റപത്രം കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലായിരുന്നു. കൊച്ചിയിലെ CBI കോടതിയിൽ അന്ന് വിജയകുമാർ എന്ന് പറയുന്ന ജഡ്ജിയായിരുന്നു CBI കോടതി ജഡ്ജി. അവിടെ വെച്ച് 1.5 മണിക്കൂറാണ് ഈ പ്രതിഭാഗം വക്കീൽ എന്നെ ക്രോസ് ചെയ്ത്. പക്ഷേ ഞാൻ അതിൽ ഉറച്ചു നിന്നു. അപ്പോൾ ആ ജഡ്ജിമെൻറ്റിൽ 2 പ്രതികളെ ശിക്ഷിച്ചന്നു, 2 വനിതകളായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു മൂത്ത മകൾ മദ്രാസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ തിരുവനന്തപുരത്തുള്ള അനിയത്തിയുടെ മകൻ SSLC പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. അന്നേരം ഇവരുടെ സുഹൃത്തിൻ്റെയാണ് ഈ ചോദ്യപേപ്പർ അച്ചടിക്കുന്ന പ്രസ്. രാജൻ ചാക്കോ എന്നായിരുന്നു അദ്ദേഹം പ്രസിൻ്റെ ഉടമയുടെ പേര്. അവിടുത്തെ ഒരു ജീവനക്കാരൻ ഇവരുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ചോദ്യപേപ്പർ ആവശ്യമുള്ള സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ആണ് അവിടെ ജോലിക്ക് പോയിരുന്നത്. അയാൾ ഒരു സെറ്റ് ചോദ്യപേപ്പർ മുഴുവൻ എടുക്കുകയും ഈ സ്ത്രീ സ്വന്തം അനിയത്തിയുടെ മകന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായിരുന്നു ചോദ്യപേപ്പർ. ആ പയ്യൻ എന്ത് ചെയ്തു? ആ പയ്യൻ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു 2 സുഹൃത്തുക്കൾ കൂടെ കൊടുത്തു. അല്ലാതെ ഇത് വ്യാപകമായി പ്രചരിച്ചിട്ടില്ലായിരുന്നു. ഇത് വ്യാപകമായി പ്രചരിച്ചു എന്ന് വരുത്തി തീർത്ത് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രതിഭാഗം നോക്കിയത്. അതിന് അവർ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ നോക്കിയിരുന്നു. രാജൻ ചാക്കോയുടെ ഒരു PA എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലാണ്, ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടേക്ക് വരണം, സാറിന് കാണാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കാണാനുണ്ടെങ്കിൽ കേരളകൗമുദി ഓഫീസിൽ വന്നാൽ മതി എന്ന്. പക്ഷേ പിന്നീട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വണ്ടിയോ കാറോ സ്കൂട്ടറോ ഒന്നുമില്ലല്ലോ, സാറിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രയോജനം ഉണ്ടാകുന്നു. പക്ഷേ അത്തരം പ്രലോഭനങ്ങളിലൊന്നും ഞാൻ വഴങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വന്നായിരുന്നു, നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നില്ല ഈ അച്ചടി കരാറിലെ അഴിമതി ഉണ്ടായത്, അതിനു മുമ്പ് സംഭവിച്ചാണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചില പൊതുപരിപാടികളിൽ പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹമായിട്ട് അടുപ്പമുള്ള, അദ്ദേഹം നേരിട്ട് വിളിച്ചില്ല, അടുപ്പമുള്ളവരും വിളിച്ചിരുന്നു. ഇത് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതിന് ഞാൻ വഴങ്ങിയില്ല. അങ്ങനെ ആദ്യ കേസ് ശിക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് ഒരുപാട് അവാർഡുകളും കിട്ടി. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, മികച്ച സ്കൂപ്പിനുള്ള PC സുകുമാരൻ നായർ അവാർഡ്. ആ അവാർഡ് വിതരണം ചെയ്യാമെന്ന് അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹം രാജ്ഭവനിൽ വെച്ച് അവാർഡ് തന്നു. അന്നേരം ഞാനും സംസാരിച്ചു. അന്നേരം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവാർഡ് ഇന്ത്യയിൽ ഈ വിളക്കുമരത്തിൻ്റെയൊക്കെ ചുവട്ടിലിരുന്ന് പഠിച്ച് പാവപ്പെട്ട നല്ല മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലായിരുന്നു സംസാരം. അന്നേരം വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വെൽ ഡൺ എന്ന അബ്ദുൽ കലാം സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് പോരാൻ നേരം എൻ്റെ മുതുകിൽ തോളത്ത് തട്ടി അഭിനന്ദിക്കുന്നില്ല. ഇത് ഞാനിന്ന് മറന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് ഏകദേശം 22ഓളം അവാർഡുകൾ കിട്ടി.
അന്നത്തെ ഈ പാമ്പൻ മാധവൻ അവാർഡ്, ശിവറാം അവാർഡ്, അങ്ങനെയുള്ള ഒരുപാട് അവാർഡുകൾ, അതോടൊപ്പം തന്നെ ചില വിദേശയാത്രകൾ വരെ വിദേശത്തൊക്കെ പോകാൻ പറ്റി ഈ ഒരു വാർത്തയുടെ പേരിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2022 പിൽക്കാലത്ത് ഇതിൻ്റെ രണ്ടാമത്തെ കേസ്, CBI അന്വേഷിച്ച രണ്ടാമത്തെ കേസ് തിരുവനന്തപുരത്ത് അഭയ കേസൊക്കെ ശിക്ഷിച്ച സനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോടതിയിലായിരുന്നു. അവിടെയും ഈ കേസിൽ അന്ന് ഈ അച്ചടി കരാറിലെ അഴിമതിയിൽ ഉദ്യോഗസ്ഥന്മാരടക്കം ബാക്കി ഒരുപാട് പേര് മരിച്ചു പോയിരുന്നു. അവർ 3 പേരെ അദ്ദേഹം 5, 6, 7 വർഷമൊക്കെ കഠിന തടവിന് ശിക്ഷിച്ചു. അങ്ങനെ ഒരേ സമയം 2 കേസിലും പ്രതികളെ ശിക്ഷിച്ച അപൂർവം പത്രപ്രവർത്തക സ്റ്റോറികളിലൊന്നായി SSLC ചോദ്യപേപ്പർ ചോർച്ച മാറി. അത് കേരള കൗമുദിയിൽ ജോലി ചെയ്ത് അന്ന് അത് ഈ പരമ്പരയൊക്കെ എഴുതാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ബീബു രവി, അന്ന് മാനേജിങ് എഡിറ്ററായിരുന്നു, ഇപ്പോൾ ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം പറഞ്ഞു ഇത് വെറുതെ വിടരുത്, ഇതിൻ്റെ ഏതറ്റം വരെയും പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ടാണ് അതൊരു വലിയ പ്രോത്സാഹനമാണ്. പിന്നെ കേരള കൗമുദിയുടെ ഒരു പ്രത്യേക, ഇപ്പം PV മുരുകൻ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ സീനിയേഴ്സിന് ജൂനിയേഴ്സിനോട് വാത്സല്യമുള്ള ഒരു പത്രസ്ഥാപനമാണ് കേരള കൗമുദി. ഒരുപാട് ആൾക്കാർ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളൊരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാദ്യം വന്ന് അധികം ദിവസം കഴിയാതെ തന്നെ ബൈലേം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അന്നേരം അങ്ങനെയുള്ള ഒരു വലിയൊരു കുടുംബം പോലാണ് കേരള കൗമുദി എനിക്ക് തോന്നിയത്. ആ നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു വലിയ പ്രോത്സാഹനമായിരുന്നു കേരള കൗമുദിയിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് സ്റ്റോറികൾ ചെയ്യാൻ പറ്റി, അവാർഡുകളും കിട്ടി. ആദ്യത്തെ അവാർഡ് ശരിക്കും ഈ അവാർഡിന് മുമ്പ് തന്നെ കുവൈറ്റ് ടൈംസിന് വേണ്ടി എഴുതിയ പൊളിറ്റിക്കൽ കോളങ്ങൾക്കാണ് അവാർഡ് കിട്ടിയത്. അന്ന് കുവൈറ്റ് മലയാളി കൾച്ചറൽ കോൺഗ്രസ് 1995 EK നായനായിരുന്നു അദ്ദേഹം. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് ആ അവാർഡ് തന്നത്. ആ കൈ പൊലിച്ച് പിന്നീട് ഒരുപാട് അവാർഡുകൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കേരള കൗമുദിയിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഇതായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അതെനിക്ക് വ്യക്തിപരമായിട്ട് വലിയൊരു എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്നുള്ളതാണ്. അതായത് ഒരു ദിവസം എൻ്റെ അമ്മ ഒരു ഓണത്തിനോടനുബന്ധിച്ചാണ്, അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദനയെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ വെച്ച് അവർ പറഞ്ഞു പിന്നെ ആൻജിയോഗ്രാം ചെയ്യണം. അന്നേരം എൻ്റെ ബ്രദർ ഒരു ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മതി, അമ്മയുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ അവർ സമ്മതിച്ചില്ല. അവരുടൻ തന്നെ ആൻജിയോഗ്രാമിന് വേണ്ടി ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തു. അമ്മയ്ക്ക് അത് പെട്ടെന്ന് അമ്മയുടെ കിഡ്നിയൊക്കെ ഫെയിലറായി ICUയിൽ അഡ്മിറ്റ് ചെയ്ത് അടുത്ത ദിവസം രാവിലെ അമ്മ മരിച്ചു. അത് വാസ്തവത്തിൽ നമുക്കെല്ലാം വലിയ ഷോക്കായിരുന്നു. അങ്ങനെ അതിൻ്റെ ഈ സ്റ്റെൻറ്റ് വിൽപ്പനയിലെ തട്ടിപ്പ്, അതിൻ്റെ പിന്നിൽ സ്റ്റെൻറ്റ് ഇടാനുള്ളൊരു വ്യഗ്രത അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സ്റ്റെൻറ്റിന് പിന്നിലെ തട്ടിപ്പുകൾ അന്വേഷിച്ചത്. അന്ന് എന്നെ ഏറ്റവും സഹായിച്ച ഒരാൾ ഡോക്ടർ G. വിജയരാമൻ സാറും ഡോക്ടർ MS വല്ലിത്താൻ സാറുമായിരുന്നു. MS വല്ലിത്താൻ സാറിനെ ഞാൻ പണ്ട് ശ്രീചിത്രയിൽ വർക്ക് ചെയ്യുന്ന റിട്ടയർ ചെയ്യുന്ന സമയം വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ സൺഡേയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടുപ്പവും ഫോൺ കോൺടാക്റ്റും ഉണ്ട്. പിന്നെ ഒരുപാട് ഈ വാർത്ത പരമ്പര തുടങ്ങി, ജീവൻ രക്ഷയിലും കച്ചവടം എന്ന് പറഞ്ഞ പരമ്പര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറഞ്ഞു. ആ പരമ്പര വന്നു, അത് പാർലമെൻറ്റിൽ വന്നു. അവസാനം സ്റ്റെൻറ്റിൻ്റെ വില കേന്ദ്ര ഗവൺമെൻറ് ഗണ്യമായി കുറച്ചു. അത് ആ പരമ്പരയ്ക്കും മറ്റും കേരള നിയമസഭാ അവാർഡ്, കൊല്ലത്തെ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ അവാർഡ്, VK മാധവൻകുട്ടി അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടി. അത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് ഡെവലപ്മെൻറ്റൽ ജേർണലിസം. ആ അവാർഡ് വാങ്ങിച്ചത് ഡൽഹി പോയാണ്. അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ് അവാർഡ് തന്നത്. അന്ന് സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസായിട്ടിരുന്ന ചന്ദ്രകുമാർ മൗലവി അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ. അനുപമ ഭട്നാഗർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയാണ് ഇതിൻ്റെ സെക്രട്ടറി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ. പക്ഷേ അന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അന്ന് N. റാമിനായിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ആ വേദിയിൽ. അന്നേരം അരുൺ ജെയ്റ്റ്ലി അസുഖബാധിതനായിരുന്നു, അന്ന് രോഗബാധിതനായതുകൊണ്ട് അരുൺ ജെയ്റ്റ്ലി ഈ റാമിന് മാത്രമേ അവാർഡ് കൊടുക്കത്തുള്ളൂ, ബാക്കിയെല്ലാം സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസായിട്ടുള്ള പ്രസ് കൗൺസിൽ ചെയർമാനായിരിക്കും കൊടുക്കുന്നതെന്ന് അനൗൺസ് ചെയ്തു. ആദ്യത്തെ അവാർഡ് റാമിന് കൊടുത്തു. അത് കഴിഞ്ഞ് 2 അവാർഡ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു അവാർഡ് കൊടുത്തു. അതും രണ്ടാമത് കൊടുത്തത് ഈ റിട്ടയർഡ് ജസ്റ്റിസാണ്. മൂന്നാമത്തെ അവാർഡ്, അന്നേരം ഓരോ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് ഈ സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുക അവിടെ സ്ക്രീനിൽ. മൂന്നാമത്തെ അവാർഡ് എനിക്കായിരുന്നു. അന്നേരം എൻ്റെ ഈ സ്റ്റെൻറ്റിൻ്റെ വില കുറച്ച സ്റ്റോറിയാണ് അവിടെ പ്രസൻറ്റ് ചെയ്തത്. അന്നേരം ജെയ്റ്റ്ലി ജെയ്റ്റ്ലി സ്വമേധയാ പറഞ്ഞു ഈ അവാർഡ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് വെച്ചത്. അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കേരള കൗമുദിയിൽ ഇരുന്നപ്പോൾ കിട്ടി. പിന്നീട് ബ്രിക്സ് ഉച്ചകോടി, അതായത് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന 2013 ഉച്ചകോടി കവർ ചെയ്യാനായിട്ട് കേരള കൗമുദിയിൽ നിന്നെ വിട്ട്. അത് പ്രധാനമന്ത്രിയുടെ മാധ്യമ സംഘത്തിൽ 19 അംഗ മാധ്യമ സംഘമായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒരു എയർഫോഴ്സ് നമ്പർ 1 എന്ന് പറയുക പ്രധാനമന്ത്രിയുടെ വിമാനത്തിൽ നമ്മൾ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ പോകുന്നു. അവിടെ വെച്ച് ഈ മീറ്റ് എന്ന് പറയുന്നത് ഷീ ജിൻ പിങ്, പുട്ടിൻ, വിൽമ റൂസഫ് എന്ന് പറഞ്ഞ ബ്രസീൽ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ജേക്കബ് സുമ എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റ്, ഇവരെല്ലാം ഉള്ള. അന്നേരം ഇതിൻ്റെ ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൂടാരം പോലുള്ള ഒരു സ്ഥലത്താണ്.
അവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെക്യൂർഡാണ്, സെക്യൂരിറ്റി. അതുകൊണ്ട് ആൾക്കാരെ ഒന്നും അകറ്റി നിർത്തിയോ ഒന്നുമില്ല. പുട്ടിനെയും ഷീ ജിൻപിങ്ങിനെയൊക്കെ അടുത്ത് കാണാനുള്ള അവസരം ഉണ്ടായി. തിരിച്ചു വരുമ്പോൾ ഓൺ ബോർഡ് പത്രസമ്മേളനം മൻമോഹൻ സിംഗിൻ്റെ, അതും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, ബ്രിക്സ് സമ്മിറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമയിൽ താല്പര്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ഒരു അടുപ്പം, അത് ഒരു വ്യക്തി, ഒരുപാട് കോണ്ടാക്ട്സുകൾ ഉണ്ടാക്കാൻ എനിക്ക് പറ്റി. ഒരു ദിവസം ഞാൻ അടൂർ സാറിൻ്റെ കഥാപുരുഷൻ എന്നുള്ള സിനിമ ഇറങ്ങാൻ നേരം അന്നത്തെ ബ്യൂറോ ചീഫ് എൻ്റെ അടുത്ത് പറഞ്ഞ് സാറിനെ പോയി കണ്ട ഒരു ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല, അല്ലാതെ ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫറായിരുന്ന എൻ ശങ്കരൻകുട്ടിയാണ് ഞങ്ങളുടെ സീനിയർ ഫോട്ടോഗ്രാഫർ, അദ്ദേഹമായിട്ട് അടൂർ സാറിൻ്റെ ആക്കുളത്തെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഞാൻ പേനയും പേപ്പറൊക്കെ എടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ, അല്ല ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ടേപ്പ് റെക്കോർഡറില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയും ടേപ്പ് റെക്കോർഡറില്ല. ഞാൻ എന്തെങ്കിലും പറയും, നിങ്ങൾ എന്തെങ്കിലും എഴുതി വയ്ക്കും. എന്നിട്ട് അവസാനം പിന്നെ എനിക്ക് തിരുത്തു കൊടുക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരം ശങ്കരൻകുട്ടി എണ്ണം പറഞ്ഞു തെറ്റുകൂടാതെ എഴുതുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞു. അന്നേരം ഒരു കണ്ടീഷൻ വെച്ചു, എഴുതിയ എന്നെ വായിച്ച് കേൾപ്പിക്കാതെ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് ഞാൻ അന്ന് കൊല്ലത്തുനിന്ന് പോയി വരുന്ന സമയമാണ്. ഞാൻ എഴുതി ബ്യൂറോ ചീഫിനെ കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ദിവസം രാവിലെ കൊല്ലത്തുനിന്ന് ഓഫീസിലെത്തിയപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ശ്രീരേഖ, അവരെപ്പോഴും ഞാൻ മറന്നിട്ടില്ല, അടൂർ സാറ് വിളിച്ച് അടിയന്തരമായിട്ട് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് കുഴപ്പമായിരുന്നു. എന്നിട്ട് സാറ് വിളിച്ചിട്ട് ആദ്യം ചോദിച്ച ചോദ്യം അനുസരണശീലം തീരെ ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതെന്ത് പറ്റി സാർ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇന്നലെ എന്നെ വായിച്ച് കേൾപ്പിക്കണം. ഞാൻ വിചാരിച്ച് കുഴപ്പമായി. ഞാൻ അന്നേരം പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞു സാറ് വായിച്ച് കേൾപ്പിച്ചില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ വായിച്ച് കേൾപ്പിച്ചില്ലേ എന്ന് സാറ്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ബ്യൂറോയിൽ പറഞ്ഞിരുന്ന ആരെങ്കിലും കൊണ്ടൊന്ന് വായിച്ച് കേൾപ്പിക്കണം. ഞാൻ ചോദിച്ചു കുഴപ്പം വല്ലതും ഉണ്ടോ. എന്നിട്ട് 1 മിനിറ്റ് മൗനത്തിന് ശേഷം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നന്നായിരിക്കും. ആ ബന്ധം അതിനുശേഷം സാറിൻ്റെ എത്രയോ സിനിമകളാണെങ്കിലും ഇൻ്റർവ്യൂകൾ, സാറ് ആ ഇൻ്റർവ്യൂ തന്ന അന്ന് തൊട്ട് വലിയ അടുപ്പത്തിലേക്കായി. പേനയും പേപ്പറും ഒന്നുമില്ലാതെ വെറുതെ സംസാരിച്ച് പോലും ഐറ്റം ചെയ്യാവുന്ന ഒരു അടുപ്പമുണ്ടായി. അന്നെല്ലാം ഞാൻ സാറിനോട് പറയുമായിരുന്നു എനിക്ക് അരവിന്ദനെക്കുറിച്ച് മാത്രമുള്ള ഒരു ഇൻ്റർവ്യൂ വരണം. അന്നേരം അദ്ദേഹം പറയും സമയമായിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ അരവിന്ദൻ മരിച്ചിട്ട് 25 വർഷം ആകുന്ന ഒരു ഇത് വന്നു. അന്നേരം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് രാജേഷ് ചോദിച്ച ആ ഇൻ്റർവ്യൂ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്തു, അരവിന്ദനെക്കുറിച്ച് മാത്രം. ഞാനത് എഴുതിയിട്ട് കമ്പോസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് സാറിനെ കൊണ്ടു കൊടുത്ത് തിരുത്താം, അതൊരു നല്ലൊരു ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് വരും. അരവിന്ദനോട് എനിക്ക് എതിർപ്പില്ലായിരുന്നു, എന്തോ ഒരു ഹെഡിങ് ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അത് സാറിത് വായിച്ചു നോക്കിയിട്ട് അത് വെട്ടി, അരവിന്ദൻ എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് തിരുത്തി. അത് പത്രത്തിൻ്റെ സൺഡേ കവർ സ്റ്റോറിയായിട്ട് വന്നു. ആ 25ാം വാർഷികം അരവിന്ദൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തത് അടൂർ സാറായിരുന്നു. അരവിന്ദൻ അടൂർ ആ ഒരു ഗ്യാങ് തന്നെ ഇല്ലാതായി. അതെൻ്റെ അടുത്ത് ഏഷ്യാനെറ്റ് സ്ഥാപകനായ ശശികുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, അത് അടൂരിൻ്റെ ഏറ്റവും മാഗ്നം ഓപ്പസ് ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അങ്ങനെ പിന്നെ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുക, ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ ബന്ധങ്ങളാണ്. അന്നേരം ഞാൻ ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് എപ്പോഴും ഞാൻ ആ ആളിനെ നേരിപ്പോയി കാണും. ഇപ്പോൾ ശിവൻ ചേട്ടൻ, അന്ന് ശിവൻ ചേട്ടൻ ഇവിടെ ശിവൻ സ്റ്റുഡിയോ എന്നുള്ള, ഞാൻ മംഗളത്തിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മംഗളത്തിൻ്റെ വാരാന്ത്യ പതിപ്പിലൊരു ഫീച്ചർ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ പിന്നെ അത് വലിയ അടുപ്പമായി മാറി. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോകും, അദ്ദേഹത്തിൻ്റെ ശ്രീകാര്യത്തുള്ള പോകുമ്പോഴുള്ള വസതിയിൽ പോകും, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലിരിക്കും. ആ കൂട്ടത്തിൽ സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, സഞ്ജീവ്, സരിത, ഇവരെല്ലാം ഒരു കുടുംബ ബന്ധം പോലായി. അങ്ങനെ ആ അടുപ്പത്തിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ശിവനയനം എഴുതാനായിട്ട് തുടങ്ങിയതും. അത് മീഡിയ അക്കാഡമിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സന്തോഷ് ശിവൻ കേരള മീഡിയ അക്കാഡമി തന്നെ ശിവനയനം ഡോക്യുമെൻ്ററി ആയപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതാനുള്ള അവസരവും കിട്ടി. ഇതുപോലെ മറ്റൊരു ഇതായിരുന്നു മാർഗി സതി. മാർഗി സതി തിരുവനന്തപുരത്ത് കൂടിയാട്ടം കലാകാരി, നങ്ങിയാർ കൂത്ത്, അവരുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യം പോറ്റി, അദ്ദേഹമായിട്ടും വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ മാർഗി സതി ഹസ്ബൻഡ് സുബ്രഹ്മണ്യം പോറ്റി പെട്ടെന്നൊരു ഇവരുടെ ഒരു പരിപാടിക്കിടെ വൈദ്യുതാഘാതം പറ്റി മരിച്ചു. ഇവരതോടുകൂടി ഈ പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് നിർത്തി. അന്ന് അയ്യപ്പ പണിക്കർ സാറൊക്കെ ഉള്ള കാലമാണ്. അന്ന് സാറും പറഞ്ഞു ഇങ്ങനെ ഇവരെ പോയി കണ്ട് ഐറ്റം ചെയ്യണം എന്ന് പറഞ്ഞാൽ കലാകൗമുദിയിൽ ഞാൻ ആ എഴുതിയ ഐറ്റം മാർഗി സതിയെ ഏറ്റവും അവസാനിപ്പിക്കുന്ന ഇങ്ങനെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിരുന്നത് സുബ്രഹ്മണ്യം പോറ്റിയായിരുന്നു, ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ ഇവർ വീണ്ടും രംഗത്തേക്ക് വരണമെന്ന്. പിന്നീട് അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അവരെ വലിയ രീതിയിൽ സ്വാധീനിച്ച്. അവരെക്കുറിച്ചുള്ള ഒരു ജീവിതകഥ രംഗശ്രീ, അത് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ മാർഗി സതി 50ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. വളരെ ഒരേ സമയം ഈ മേഖലയിൽ ലോക കലാകാരിയായിരുന്നു അവർ. അടൂർ ഗോപാലകൃഷ്ണൻ അവരെക്കുറിച്ച് തന്നെ കൂടിയാട്ടം ഒരു ഹെറിറ്റേജ് കലാരൂപമായി പ്രഖ്യാപിക്കുന്നതിനുള്ള ഡോക്യുമെൻ്ററി തയ്യാറാക്കിയപ്പോൾ മാർഗി സതിയാണ് അതിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. അന്നേരം അതൊരു വലിയ നഷ്ടം. അങ്ങനെ ഓരോ ത്രിവിക്രമൻ ചേട്ടനെ, വയലാർ രാമവർമ്മ ട്രസ്റ്റ്, ബാബു പോൾ സാറ്,
ONV സാർ, അങ്ങനെ തിരുവനന്തപുരത്ത് നമ്മളെ കാണുമ്പോൾ അവരുടെ കണ്ണ് തിളങ്ങുന്ന ഒരുപാട് ആൾക്കാർ, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വലിയ രീതിയിൽ കിട്ടി. അതും ഒരു വലിയൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ അസറ്റ് ഒരു കോണ്ടാക്റ്റും അല്ലെ സോഴ്സുമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം അത് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 മുഖ്യമന്ത്രിമാരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതായത് അച്യുതമേനോൻ. ഞാൻ തൃശ്ശൂർ ലേഖകനായിട്ടിരിക്കുമ്പം എന്നെ ആദ്യം അച്യുതമേനോൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് KM റോയ് സാറാണ്. KM റോയ് സാറ് പറഞ്ഞു, നമുക്ക് സൺഡേ മംഗളം തുടങ്ങിയ സമയമാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യണം, രാഷ്ട്രീയമില്ലാതെ അച്യുതമേനോൻ. സാറും കൂടെ വന്ന് സാറ് 1-2 ചോദ്യം ചോദിച്ചിട്ട് ബാക്കി എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയമില്ലാതെ അച്യുതമേനോൻ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അത് കവർ സ്റ്റോറിയായിട്ട് വന്നു മംഗളത്തിൽ. അത് അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മിണിയമ്മ എനിക്ക് പലപ്പോഴും ഭക്ഷണം തന്നിട്ടുണ്ട്. അങ്ങനെ അച്യുതമേനോൻ അവസാനം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പും ഞാൻ അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടിരുന്നു. ആ വാർത്ത അദ്ദേഹം മരിച്ചപ്പോൾ മംഗളത്തിൽ 1-ാം പേജിൽ കൊടുത്തു. അതുപോലെ തന്നെ EMS, അന്നേരം അച്യുതമേനോൻ മുഖ്യമന്ത്രി സ്ഥാനം എല്ലാം കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ആ ബന്ധം എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ രാമൻകുട്ടിയായിട്ടുമുണ്ട്. അദ്ദേഹം ആ ബന്ധം അറിയാവുന്ന ഒരാളായിരുന്നു. EMS നമ്പൂതിരിപ്പാട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അച്ഛനുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരാളായിരുന്നു. അത് എൻ്റെ അച്ഛൻ ആദ്യം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിട്ട് പ്രവർത്തിക്കുകയും ഒളിവിൽ കഴിയുകയും അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ SNDPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെടുത്തി പഞ്ചായത്ത് മെമ്പറാവുകയും ചെയ്ത ആളാണ്. പക്ഷേ വീട്ടിലെ സാഹചര്യം കാരണം പിന്നീട് അദ്ദേഹം ജോലിയിലേക്ക് മാറുകയായിരുന്നു. അന്നേരം പത്തനംതിട്ട ഇലന്തൂർ അവിടെ EMS പ്രസംഗിക്കാൻ വന്ന അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഈ ബ്യൂറോയിൽ വർക്ക് ചെയ്യുമ്പോൾ EMSൻ്റെ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും EMSനെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ഒരു വലിയ അടുപ്പമുണ്ടായി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. EMS മരിച്ചിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ആര്യ അന്തജന ആദ്യമായിട്ട് ഇൻ്റർവ്യൂ തന്നത് എനിക്കായിരുന്നു. ആ വീട്ടുകാരുമായിട്ട് രാധ ചേച്ചിയായിട്ടും എല്ലാം നല്ല അടുപ്പം ഇന്നുമുണ്ട്. അതുപോലെ തന്നെ EK നായനാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കാണാനും എല്ലാം വളരെ നല്ല അടുപ്പം ഉണ്ടായെന്ന് മാത്രമല്ല, ഞാൻ ഡൽഹിയിലൊരു ഷോർട്ട് സ്റ്റിൻറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ EK നായനാരെ അവിടെ എയിംസിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഞാൻ ഡൽഹി ചെല്ലുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ദിവസവും എയിംസിൽ വൈകുന്നേരം പോവുകയും അദ്ദേഹത്തിന് ഗുരുസാഗരം എന്നുള്ള നോവൽ വേണമെന്നൊരു തവണ പറഞ്ഞ് OB വിജയൻ്റെ. അന്നേരം തിരുവനന്തപുരത്ത് നിന്ന് RS ബാബുവാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെ നോവൽ സംഘടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കും അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ആ ചരമവാർത്ത റിപ്പോർട്ട് ചെയ്തത് ഞാനായിരുന്നു. ആ നായനാർ. അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന AK ആൻ്റണിയുമായിട്ടും വളരെ നല്ല അടുപ്പം. പ്രത്യേകിച്ച് കേരള കൗമുദിയുടെ ലേഖനാകുമ്പോൾ ഇവരുമായിട്ടൊക്കെ അടുപ്പം ഉണ്ടാക്കാൻ വലിയ പാടില്ല. AK ആൻ്റണിയുടെ കാര്യത്തിലൊരു രസമുണ്ട്. കാരണം ഇവിടുന്ന് ഇലക്ഷനിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പരാജയപ്പെട്ടപ്പോൾ അന്ന് 2ാമത് ഞാൻ വീണ്ടും എന്നെ ഡൽഹിയിലേക്ക് വിട്ടു. ആ തിരഞ്ഞെടുപ്പിൻ്റെ പുതിയ മൻമോഹൻ സിംഗൊക്കെ അധികാരത്തിൽ വരുന്ന ആ ഇലക്ഷൻ. അന്നേരം ആ തിരഞ്ഞെടുപ്പിൽ വിമാനത്തിനിടയിൽ ബോംബെയിൽ വെച്ച് ഓസ്കാർ ഫെർണാണ്ടസ് എന്ന് പറയുന്ന AICC ജനറൽ സെക്രട്ടറി ആ വിമാനത്തിൽ കയറി. അദ്ദേഹത്തെ എനിക്ക് പരിചയമൊന്നും ഉള്ളതല്ല, പക്ഷേ ആളിനെ കണ്ടാൽ അറിയാം, നല്ല വലിയ ഹൈറ്റൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അന്നേരം ബോംബെയിൽ ഒരു അരമണിക്കൂറോളം ഗ്യാപ്പുണ്ട് വിമാനം അത് കഴിഞ്ഞേ പുറപ്പെടത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെടുകയും അദ്ദേഹം അന്നേരം കേരളത്തിൽ മൊത്തം പോയല്ലോ എന്നെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ CM റെസിഗ്നേഷൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു AICC പ്രസിഡൻറ്റിന്. അന്നേരം പുള്ളി പറഞ്ഞു കോട്ടൊന്നും ചേരും, നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഉടൻ തന്നെ നമ്മുടെ എഡിറ്ററെ വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് എഡിറ്ററെ വിളിച്ച് ഈ വിവരം പറഞ്ഞ് അങ്ങനെ കേരള കൗമുദിയിൽ മാത്രം AK ആൻ്റണി രാജിക്കത്ത് അയച്ചു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. പക്ഷേ അടുത്ത ദിവസം ആൻ്റണി അത് നിശ്ചയിച്ചു, അങ്ങനെ ഒരു സംഭവമില്ല. ഡൽഹിയിൽ അദ്ദേഹം വന്നപ്പം കേരള ഹൗസിൽ വെച്ച് കണ്ടപ്പോഴും ഇദ്ദേഹത്തെ സൂക്ഷിക്കണം എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ആൻ്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പം ആൻ്റണി തന്നെ പറഞ്ഞു അന്ന് ഞാൻ രാജിക്കത്ത് അയച്ചിരുന്നു. കേരള കൗമുദി അടുത്ത ദിവസം ഈ പഴയ വാർത്തയും ഈ വാർത്തയും ഒരുമിച്ച് കൊടുത്തു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ അവരൊക്കെ നല്ല ആൾക്കാരാണ്. AK ആൻ്റണി, അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ഇത്രയും ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിനോടൊപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ സഞ്ചരിച്ച് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ VS അച്യുതാനന്ദനുമായിട്ട് എനിക്ക് പക്ഷേ അത്ര വലിയൊരു അടുപ്പമില്ലായിരുന്നു. പക്ഷേ പിണറായി വിജയനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തെ പിണറായി വിജയനെ ആദ്യം പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പഴയ നിയമസഭാ മന്ദിരം. അന്ന് നിയമസഭാ മന്ദിരം പുരുകനൊക്കെ അറിയാമല്ലോ, ഈ ലോഞ്ച് എന്ന് പറയുന്ന പത്രക്കാർ തൊട്ട് പുറകിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അന്ന് EP ജയരാജന് വെടിയേറ്റതിൻ്റെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് പിണറായി വിജയനായിരുന്നു. അന്നേരം അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ ഞാൻ 1-2 സംശയങ്ങൾ ചോദിച്ചു. അദ്ദേഹം അപ്പോൾ പറഞ്ഞു വന്നു 1-2 വാക്ക്, അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെ അത് അടുത്ത ദിവസം പത്രത്തിൽ വന്ന് അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച അദ്ദേഹത്തെ കണ്ടപ്പോൾ അത് ചിരിച്ചു, ഒരു വാക്ക് പറഞ്ഞു, നല്ല റിപ്പോർട്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ അടുപ്പമാണ്. അദ്ദേഹം പിന്നെ വൈദ്യുതി മന്ത്രിയായപ്പം
ഞാൻ വൈദ്യുതി ബീറ്റ് കൈകാര്യം ചെയ്ത് അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ വളരെ അടുപ്പമായി. അദ്ദേഹത്തെ പത്രങ്ങളിൽ ദേശാഭിമാനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്തൊരു പത്രപ്രവർത്തനം. മറ്റുള്ളവർ പറയുന്ന കണക്കുള്ളൊരു പ്രകൃതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ സ്നേഹസമ്പന്നനും വളരെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹമായിട്ട് ഇപ്പോഴും ആ ഒരു സൗഹൃദമുണ്ട്. പിന്നെ ഒരു കാര്യവും പത്രപ്രവർത്തനം എന്നുള്ള ഇങ്ങനെ ഒരു ഫേവർ ചോദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറും അല്ല പിണറായി വിജയൻ. വളരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തികളെ പിന്നീട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാജി എൻ കരുൺ വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ അകാല വേർപാടാണ്. അതുകൂടാതെ പിന്നെ സന്തോഷ് ശിവനാണെങ്കിലും ശിവൻ ചേട്ടനാണെങ്കിലും അങ്ങനെ സിനിമയിൽ നല്ല ബന്ധങ്ങളുണ്ടായി. അതുകൊണ്ടായിരിക്കും ഒരു തവണ ഇന്ത്യൻ പനോരമയുടെ ഫീച്ചർ ഫിലിം ജൂറിയിൽ അംഗമാകാൻ പറ്റി. അതൊരു വലിയ അനുഭവമായിരുന്നു. അത് ഒരു മാസത്തോളം ഡൽഹിയിലെ സിരി ഫോർട്ടിലായിരുന്നു. അത് ആ സിനിമകൾ 200-ലധികം സിനിമകളിൽ നിന്ന് 22 സിനിമ സെലക്ട് ചെയ്യണം. ആ വർഷം 6 മലയാള ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ പിന്നെ കേരളത്തിൽ IFFK എന്ന് പറയുന്നത് കേരള ചലച്ചിത്ര അക്കാദമി എന്നുള്ള രൂപീകരിക്കുന്നു എന്നുള്ളത് തന്നെ എൻ്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. അത് TK രാമകൃഷ്ണനായിരുന്നു അന്നത്തെ സാംസ്കാരിക മന്ത്രി. അദ്ദേഹം വളരെ വലിയ വാത്സല്യം ചൊരിഞ്ഞ ഒരു മനുഷ്യരാണ്. അദ്ദേഹമാണ് ഈ വാർത്ത തന്നെന്ന് ഇപ്പോൾ സോഴ്സ് പറയുന്നത് ശരിയല്ല, പക്ഷെ ആ വാർത്ത അത് കഴിഞ്ഞ് ചലച്ചിത്രോത്സവം നിരന്തരം റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് വിദേശ ചലച്ചിത്രകാരന്മാർ വന്നു, അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ അവസരം കിട്ടി. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ കിം ക്യു ഡൂക്കിൻ്റെ ഇൻ്റർവ്യൂ പക്ഷേ ഇവിടെ വെച്ചല്ല എടുത്തത്, അത് ഗോവയിൽ വെച്ചാണ്. കിം ക്യു ഡൂക്ക് ഗോവയിലാണ് ആദ്യം വന്നത്. കിം ക്യു ഡൂക്കിനെ അന്ന് IFFI ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ശങ്കർ മോഹനാണ്. ഷാജി എൻ കരുൺ, ഷാജി സാറ് ഇതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ. ഷാജി സാറ് വഴിയാണ് ഇത് കിം ക്യു ഡൂക്ക് അവിടെ വരുന്നത്. കിം ക്യു ഡൂക്കിന് ഇംഗ്ലീഷ് അറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്ററുണ്ട്. ശങ്കർ മോഹനും ഷാജി എൻ കരുൺ ഷാജി സാറും ഞാനും ഇവരുടെ ട്രാൻസ്ലേറ്ററും കിം ക്യു ഡൂക്കുമായിട്ടിരുന്ന് സംസാരിച്ചു. അത് സൺഡേയിൽ കവർ സ്റ്റോറിയായിട്ട് അടിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമായിരുന്നു. കിം ക്യു ഡൂക്ക് പിന്നീട് ഇവിടെ വന്നപ്പോൾ അന്നത്തെ ഇതിൻ്റെ ഫ്രെയിം ചെയ്തൊക്കെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് മരിച്ചു. അതുപോലെ മൊഹ്സിൻ മക്ബൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഡൽഹി ബ്യൂറോയിൽ വർക്ക് ചെയ്തത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മൻമോഹൻ സിംഗ് അധികാരമേക്കുന്ന ആ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ഗതിയോടൊപ്പം ഈ 38 വർഷമായിട്ട് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. പെട്ടെന്നാണ് ചാനലിലേക്ക് വരുന്ന അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതായത് കേരള കൗമുദി TV തുടങ്ങിയ ശേഷം സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ, അത് PP ജെയിംസ് എന്നുള്ള പത്രപ്രവർത്തകനായിരുന്നു അത് തുടങ്ങി വെച്ചിരുന്നത്. പെട്ടെന്ന് കുറേ വർഷം അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം 24 ന്യൂസിലേക്ക് പോയപ്പോൾ അന്ന് ആരെ പകരം വയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ സുഹൃത്തായിട്ടുള്ള AC റജിയാണ് രാജേഷിനെ പരീക്ഷിച്ച് നോക്കാമെന്ന് പറയുന്നത്. അത് ദീപു രവി എന്ന് പറഞ്ഞ നമ്മുടെ അന്നത്തെ എഡിറ്ററും അദ്ദേഹം അത് സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഞാനൊരു പ്രിൻ്റ് മീഡിയയുടെ ആളാണ്. എനിക്ക് TV ഇൻ്റർവ്യൂ ചെയ്ത് യാതൊരു പരിചയമില്ല. അന്നേരം കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹമായിട്ട് വളരെ അടുത്ത് ഹൃദയബന്ധമുണ്ട്. ഞാൻ ഈ വിഷമം അദ്ദേഹത്തോട് പറഞ്ഞു. താനെന്തിനാ വിഷമിക്കുന്ന പോരെയെന്ന് പറഞ്ഞ്. അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ കോടിയേരിയുടെ ആയിരുന്നു. അന്നേരം ഇൻ്റർവ്യൂ വളരെ സുഗമമായിട്ട് കഴിഞ്ഞു. കോടിയേരി പറഞ്ഞു, നിങ്ങളിത് ആദ്യം ഇൻ്റർവ്യൂ എന്ന് പറയത്തില്ലല്ലോ. അത് വാസ്തവത്തിൽ നമുക്ക് കിട്ടിയൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. പിന്നീട് അടുത്ത രമേശ് ചെന്നിത്തല, അങ്ങനെ ഒരുപാട് ആൾക്കാരെ, ഇപ്പം പിണറായി വിജയനെ അടക്കം ഇൻ്റർവ്യൂ ചെയ്തു. കോടിയേരി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനോദിനി കോടിയേരി, അവർ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനലിന് തന്ന അഭിമുഖം ഈ ഒരു ബന്ധം അറിയാവുന്നതുകൊണ്ട് കിട്ടിയാണ്. നമുക്ക് എപ്പോഴും ബന്ധങ്ങളൊരു വലിയ ഘടകമാണ്. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ ഗസ്റ്റായിട്ട് വരുന്ന ആളിനെ എപ്പോഴും ബഹുമാനിച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ല ഗസ്റ്റിൻ്റെ മുന്നിൽ എൻ്റെ വിജ്ഞാനം വിളമ്പി അദ്ദേഹത്തെക്കാൾ മിടുക്കനാണെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആരെ ഇൻ്റർവ്യൂവിന് വിളിച്ചാലും അവർക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ 600-ലധികം ഇൻ്റർവ്യൂ ടെലിവിഷന് വേണ്ടി ചെയ്ത് ഈ 10 വർഷത്തിനിടയിൽ. ഈ 10 വർഷമായിട്ട് ഇത് ഒരാഴ്ച പോലും മുടങ്ങിയിട്ടുമില്ല. അതൊരു വലിയ അനുഭവമാണ്. ഇപ്പോൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് അതിനു മുമ്പുള്ള 1-2 എണ്ണം അഡീഷണലായിട്ട് എടുത്തു വയ്ക്കും. നല്ല രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ. ശ്രീ മോഹൻലാലിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു കഴിഞ്ഞ ഓണത്തിന്. 30 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയ ഇൻ്റർവ്യൂ 1.5 മണിക്കൂർ നീണ്ട്. അദ്ദേഹം തന്നെ ആ ഇൻ്റർവ്യൂവിൻ്റെ ഒടുവിൽ പറഞ്ഞു വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ ഇട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് പ്രഷർ ചെലുത്താനാണ് നോക്കുന്നത്. പക്ഷേ എൻജോയ് ചെയ്ത ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഓണത്തിന് വേണ്ടി സത്യൻ അന്തിക്കാടിനെ ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹം ഇതേ അഭിപ്രായം പറയും. നമ്മൾ ചോദിക്കാനുള്ള ചോദ്യം ഒരു പൊളൈറ്റായിട്ട് ഒരു ചിരിച്ചുകൊണ്ട് ചോദിക്കാമെന്നേ ഉള്ളൂ. നമുക്ക് എല്ലാ ചോദ്യവും ചോദിക്കാം, ചോദ്യങ്ങൾ ഒഴിവാക്കിയൊന്നും വേണ്ട. പക്ഷേ അതുകൊണ്ട് ആ രീതിയിൽ അത് ഈ TV ഇൻ്റർവ്യൂവിൽ എനിക്കിപ്പം 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2018-ലും 2022-ലും ഉള്ള സംസ്ഥാന മാധ്യമ അവാർഡും
അതേ വർഷങ്ങളിൽ തന്നെയുള്ള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്. ഒന്ന് ടി പത്മനാഭനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. പപ്പേട്ടനുമായിട്ട് ഒരു ഹൃദയബന്ധം ഉള്ളതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ അത്രയും ശോഭിച്ചത്. അദ്ദേഹമായിട്ടുള്ള ബന്ധം ഇപ്പോഴും വളരെ സജീവമായിട്ട് പോകുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ബുക്ക് എഴുതി തീരാറായി, ഒരു ഇൻ്റർവ്യൂ സീരീസ്. അതുപോലെ തന്നെ പല സാഹിത്യ മേഖലയിലുള്ള പലരുമായിട്ട് മാധവിക്കുട്ടിയെ പത്രത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അവസരം ടെലിവിഷൻ തന്നു. അതൊരു ഒരേ സമയം ഇപ്പം ഗോപികൃഷ്ണൻ സാർ ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, രാജേഷ് പത്രത്തെക്കാട്ടി കൂടുതൽ ടി വിയിൽ ശോഭിച്ചു. അതൊക്കെ ഒരു വലിയ ഒരു അവാർഡ് പോലായിരുന്നു. ടെലിവിഷൻ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യണം. ഇപ്പോൾ പൊളിറ്റിക്സ് അറിയാവുന്നതുകൊണ്ട് പൊളിറ്റീഷ്യൻസിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പൊതുവേ വലിയ ഹോംവർക്ക് ആവശ്യം വേണ്ടി വരാറില്ലെങ്കിലും ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിന് മുമ്പേ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് ഏത് ഇൻ്റർവ്യൂ ആരെ ഇൻ്റർവ്യൂ ചെയ്താലും നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുക. അവരുടെ ഇപ്പോൾ സിനിമാ രംഗത്തുള്ളവരാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കലും അവർ നിങ്ങളുടെ ആദ്യ സിനിമ ഏത് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ ഏതെന്ന് ചോദിക്കാനേ പാടില്ല. ഏത് സംവിധായകൻ്റെ സിനിമയാണ് ആദ്യം അഭിനയിച്ചത്, അത്തരം ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാണ്. നമുക്കൊരു ആൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പം അയാളിൽ അതുവരെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ വിക്കിപീഡിയ നോക്കിയാൽ അറിയാം. അത്തരം കാര്യങ്ങളല്ല പുറത്തു കൊണ്ടുവരുന്നത്. ഇപ്പോൾ മോഹൻലാലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജീവിതത്തിൻ്റെ രസം എന്താണെന്ന്. അന്നേരം മോഹൻലാൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ജീവിതത്തിൻ്റെ രസം. അതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ. ശരിക്കും എന്താണ് രസം? നല്ല സൗഹൃദങ്ങൾ, നല്ല കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന, അതോടൊപ്പം തന്നെ സന്തോഷവും സങ്കടവും നിറഞ്ഞ എല്ലാം കൂടെ ചേരുന്നതാണ് ജീവിതത്തിൻ്റെ രസം. അന്നേരം അങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിച്ച് ആ രീതിയിൽ അവരിലുള്ള അവരുടെ ഒരു ഇത് പുറത്തു കൊണ്ടുവരാനാണ് നോക്കേണ്ടത്, അവരുടെ മികവ്. മറിച്ച് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ച് അവരെ ഉടക്കി പിന്നീട് ആ ചോദ്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യും. ചിലർ അവരൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ ഉത്തരം നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം കിട്ടാൻ ഒരിക്കലും ശ്രമിക്കരുത്. യഥാർത്ഥത്തിൽ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് പോലെ തന്നെ അവർക്ക് മറുപടി പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യത്തിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന അതിന് അവരൊരു ഉത്തരം പറഞ്ഞു, പിന്നെ വീണ്ടും അതിൽ കടിച്ചു തൂങ്ങി നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരത്തിന് വേണ്ടി പോകരുത്. ഞാനത് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ഈ ചോദ്യം നമ്മുടെ മനസ്സിലൊരു ഫ്രെയിം ഉണ്ടെങ്കിലും ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ളത്, ഇപ്പോൾ അവർ പറയുന്ന മറുപടിയിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള അവസരവും അത് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ പറയാത് ദൈവികമായിട്ടുള്ള ഒരു ഇതുണ്ട്, നമ്മളറിയാതെ തന്നെ വരും. ഇപ്പോൾ ചോദ്യങ്ങൾ നമ്മളെല്ലാം തയ്യാറാക്കിയാലും നോക്കിയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അന്നേരം നമ്മുടെ മനസ്സിൽ അത്തരം ചോദ്യങ്ങൾ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുടെ മറുപടി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയും വേണം. ഞാനത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം ഈ ആത്മീയ ആചാര്യനായ ശ്രീ എം, അദ്ദേഹം നമ്മൾ ഓരോരുത്തരും ഇൻ്റർവ്യൂ, എം എന്ന് പറഞ്ഞ ആളിനെ അദ്ദേഹത്തെ ഞാൻ 2 തവണ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ടെലിവിഷന് വേണ്ടി. ആദ്യത്തെ തവണ എനിക്ക് പരിചയമില്ലായിരുന്നു, പരിചയക്കാർ വഴിയാണ് ക്ഷണിച്ചത്. 2ാമത്തെ തവണ അദ്ദേഹം വളരെ ഇതായിട്ട് വന്നു. അന്നേരം അദ്ദേഹം അതിനു മുമ്പ് ഒരു പ്രമുഖ ചാനലിൽ പോയപ്പോൾ അദ്ദേഹത്തോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് വാസ്തവത്തിൽ നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഓരോരുത്തരുടെയും സ്റ്റേച്ചർ അറിയണം, അവരെങ്ങനെയുള്ള ഒരാളാണ്, അവരുടെ ജേർണി എന്താണ്. അതൊന്നും അറിയാതെ നമ്മളാണ് ഏറ്റവും വലിയ ആൾ, ആ ഒരു സമീപനം ഒരിക്കലും സ്വീകരിക്കുക. ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയാം, കുടമാളൂർ ജനാർദ്ദനൻ, അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും നമ്മൾ ആ കലാകാരൻ്റെ മികവ് എന്താണ് അതിൽ നമുക്ക് ജനങ്ങൾക്കറിയാൻ, പ്രേക്ഷകനെയാണ് നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ടത്. പ്രേക്ഷകൻ എന്തറിയണം, അറിഞ്ഞുകൂടാത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കലാമണ്ഡലം ഗോപിയെയും ഞാൻ 2 തവണ ടെലിവിഷന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഇൻ്റർവ്യൂ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് NP വിജയകൃഷ്ണൻ എഴുതിയ ബുക്കിൽ എൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റും ചേർത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിന് പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കാൻ ഒരു അവസരം ഉണ്ടാകരുത്. ആ ഇൻ്റർവ്യൂവിന് പോയല്ലോ, അത് വേണ്ടിയിരുന്നില്ല, സമയവും പോയി, ഇതെല്ലാം പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്താൽ നാളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിന് അവർ വരിക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചൊരു പ്രിൻ്റ് മീഡിയയിലുണ്ടായ ഒരു അനുഭവം. ഒരു തവണ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം, അന്ന് മലയാറ്റൂർ രാമകൃഷ്ണനാണ് ജൂറി ചെയർമാൻ. സീമ എന്ന് പറയുന്ന നടി ആ ജൂറി അംഗമാണ്. അന്ന് പ്രിയദർശൻ്റെ കാലാപാനി, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കഥാപുരുഷൻ, MP സുകുമാരൻ നായരുടെ കഴകം, ഇങ്ങനെ കുറേയധികം ചിത്രങ്ങൾ അന്ന് മത്സരിക്കുന്നുണ്ട്. അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കഥാപുരുഷൻ്റെ ഇതിന് മികച്ച സംവിധായകനുള്ള അവാർഡ് അടൂർ ഗോപാലകൃഷ്ണന് പ്രഖ്യാപിച്ചു. പക്ഷേ മികച്ച സിനിമയായിട്ട് കഴകം, MP സുകുമാരൻ നായരുടെ കഴകമാണ് മികച്ച ചിത്രം. അത് ആര് വന്നത്, ഞാനും ഒന്നും ആ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ MP സുകുമാരൻ നായർ ആരാണെന്ന് പോലും എന്നുള്ള രീതിയിലായിരുന്നു പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് സീമ 3:30-ക്കുള്ള ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോകും. അന്നേരം സീമ ഒരു ഇൻ്റർവ്യൂ
കേരള കൗമുദിയുടെ സിനിമ പ്രസിദ്ധീകരണത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതെടുക്കാനായിട്ട് AC റജി അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഞാനിങ്ങനെ ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്ന വ്യക്തി എൻ്റെ തോളത്ത് വന്നൊരു തട്ട് കെട്ടി, നിങ്ങളാ പാവം സുകുമാരൻ നായർക്ക് ഒരു അവാർഡ് കിട്ടിയപ്പോൾ നിങ്ങളിങ്ങനെ കിടന്ന് കഥാപുരുഷന് വേണ്ടി വാദിച്ചല്ലോ, കാലാപാനിക്ക് വേണ്ടി സീമ ഉണ്ടാക്കിയ പുകില് പറയണമായിരുന്നെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് കത്തി. റജിയോടൊപ്പം ഞാനും ഇൻ്റർവ്യൂവിന് കയറി സീമയുടെ മുറി. സീമ അടുത്ത് രജി ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവസാനം ഞാൻ ചോദിച്ചു, സീമ ചേച്ചി ശരിക്കും അന്നേരം അവർക്ക് ഫോൺ വരുന്നുണ്ട് മദ്രാസിൽ നിന്ന്, ലാൻഡ് ഫോണാണ്. അന്നേരം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സീമ ചേച്ചി കാലാപാനിക്കായിരുന്നില്ലേ ശരിക്കും അവാർഡ് കൊടുക്കേണ്ടത്? അവർ മേശപ്പുറത്തൊരു അടി അടിച്ചിട്ട് പറഞ്ഞു, 100% യു സഡിറ്റ്, 100% ശരി, എന്ത് കഴകം, 1-ാം നമ്പർ സ്റ്റുപ്പിഡ് മൂവി എന്നെല്ലാം പറഞ്ഞ് ഈ അവാർഡ് പ്രഖ്യാപിച്ച അരമണിക്കൂർ മുമ്പേ അവാർഡ് ജൂറി അംഗം അവാർഡിനെ തള്ളിപ്പറയുന്നു. നമ്മളതെല്ലാം വള്ളി പുള്ളി എടുത്തിട്ട് അവരെ കൊണ്ട് കാറിൽ കയറ്റി എയർപോർട്ട്, അന്നേരം സമയമായി, കാറിൽ എയർപോർട്ടിലേക്ക് വിട്ട്. അടുത്ത ദിവസം കേരളാമതിയുടെ 8 വാർത്തയായിരുന്നു, കഴകം 1-ാം നമ്പർ സ്റ്റുപ്പിഡ് മൂവി. അവാർഡ് പ്രഖ്യാപിച്ച അരമണിക്കൂർ മുമ്പ് അവാർഡിനെ തള്ളിപ്പറഞ്ഞ് ജൂറി അംഗം. അത് പിന്നീട് എല്ലാവരും വീണ്ടും ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. അതുപോലെ ഇപ്പം മോഹൻലാലിൻ്റെ തിരനോട്ടത്തിൻ്റെ 25-ാം വർഷം, അതും നമ്മൾ മുടവൻമുകളിലെ വീട്ടിൽ മോഹൻലാൽ ഉണ്ടെന്നറിഞ്ഞ് നമ്മൾ പോയി റിപ്പോർട്ട് ചെയ്ത് ഞാൻ അദ്ദേഹത്തോട്ട് സംസാരിച്ച് പത്രത്തിൽ വന്നു. അടുത്ത ദിവസം എല്ലാവരും ഏറ്റെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പുതിയ സിനിമയിൽ ലജ്ജാവതിയെ എന്നുള്ളൊരു പാട്ട്, ഫോർ ദ പീപ്പിൾ, ജയരാജിൻ്റെ സിനിമ, അന്നേരം അത് കേട്ടപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന് പറഞ്ഞു, ഇതൊന്ന് നോക്ക് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ട് എന്നെ കേൾപ്പിച്ചു. അന്നേരം അത് കഴിഞ്ഞിട്ട് ഈ ജാസി ഗിഫ്റ്റിനെ വിളിച്ചു. ജാസി ഗിഫ്റ്റ് നമ്മുടെ ഓഫീസിൽ വന്നു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ലജ്ജാവതി തരംഗമാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത 8 കോളത്തിൽ കൊടുത്തു. അതും വലിയ രീതിയിൽ ഹിറ്റായ വാർത്തയാണ്. ജാസി ഗിഫ്റ്റ് ഇപ്പോഴും ആ ഒരു അടുപ്പം പുലർത്താറുണ്ട്. ശ്രീവിദ്യ എന്നുള്ളൊരു നടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു തവണ ഞാനും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറായിരുന്ന എൻ റാമല്ല SS റാമും അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. പങ്കജ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ ചെയ്ത്. അന്നേരം അങ്ങനെ ഒരു അടുപ്പമായി. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും. അങ്ങനെ റാമും ഞാനും അവരെ വീണ്ടും പോയി കണ്ടു. അത് കഴിഞ്ഞ് അവർക്ക് അസുഖമായി. അവർ വട്ടിയൂർക്കാവിൽ താമസമാക്കി, PTP നഗറിൽ താമസമാക്കി, പതിവ് സന്ദർശകനായി മാറി. അത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം അന്ന് അമ്മ തമ്പുരാട്ടി എന്ന് പറഞ്ഞൊരു സീരിയൽ ഏഷ്യാനെറ്റിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരുന്നുണ്ട്. അന്നേരം ഒരു ദിവസം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അഭിനയം നിർത്തുകയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ശരിക്കും? അല്ല, നോക്കിക്കോ, 2-3 ദിവസം കഴിഞ്ഞാൽ ഈ സീരിയലിൽ നിന്ന് ആ സീരിയൽ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പറഞ്ഞെങ്കിലും ഞാൻ 100% വിശ്വസിച്ചില്ല. ഞാൻ ശ്രീകുമാരൻ തമ്പിയെ വിളിച്ച് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞ്, വിദ്യാമ്മ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് ശരിയാണ്, അവരെ പോലൊരു വലിയ ആർട്ടിസ്റ്റിൻ്റെ മതിലൊരു ചിത്രമായിട്ട് വെച്ച് സീരിയൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആ സീരിയൽ നിർത്തും. ഞാൻ അടുത്ത ദിവസം ഞാൻ TV-യിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് പറയുമെന്ന് പറഞ്ഞു. അത് 2-ാം വരവില്ലാതെ അമ്മ തമ്പുരാട്ടി എന്ന് പറഞ്ഞ് കേരളത്തിലെ മെയിൻ സ്റ്റോറി ആയിരുന്നു. ശ്രീവിദ്യ അഭിനയം നിർത്തുന്നു. അത് പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു. ഇത് കഴിഞ്ഞ് ശ്രീവിദ്യ ഇവിടെ SUT ആശുപത്രിയിൽ കൃഷ്ണൻ നായരുടെ പേഷ്യൻ്റായിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവരെ കാണാനായിട്ടൊരു നടൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ വാർത്ത വന്ന ശേഷം കമലഹാസനായിരുന്നത്. എനിക്ക് കമലഹാസനെ ഒന്നും പരിചയമില്ല. അന്ന് മധു വൈപ്പിന എന്ന് പറഞ്ഞ അമൃത TV-യിൽ അദ്ദേഹം ഞാനയുടെയൊക്കെ എഡിറ്ററായിരുന്ന ആളാണ്, ചലച്ചിത്ര കാര്യങ്ങൾക്ക്. അദ്ദേഹം എന്നോട് വിളിച്ചു, അനിയ കമലഹാസൻ വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രീവിദ്യയോട് ചോദിച്ചു. അന്നേരം അവർ ആദ്യം റിലക്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ പിന്നീട് പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ വീണ്ടും വാർത്ത എഴുതി, കമലഹാസൻ വരുന്നു എന്ന് പറഞ്ഞു. അന്നേരം എല്ലാവരും അത് കവർ ചെയ്തു. കമലഹാസൻ വന്നു പോയി. ആ വരവ് എല്ലാം വെച്ചിട്ട് രഞ്ജിത്ത് എന്നുള്ള സംവിധായകൻ്റെ ഒരു സിനിമ, സിനിമയുടെ പേര് പ്രിയാമണിയൊക്കെ അഭിനയിച്ച ഒരു തിരക്കഥ എന്നുള്ള ചിത്രത്തിന് വഴിതെളിച്ച ആ സംഭവമാണ്. അതുപോലെ തന്നെ ഒരു വാർത്ത പോകുന്ന വഴി, അതിന് ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് തിരുവനന്തപുരത്ത് ഒരു തവണ പണ്ഡിറ്റ് രവിശങ്കർ കച്ചേരി അവതരിപ്പിക്കാമെന്ന്. അദ്ദേഹത്തിൻ്റെ കച്ചേരി AKG സെൻറ്റർ ഹാളിൽ വെച്ചായിരുന്നു. കച്ചേരി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അനുഷ്ക രവിശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, സുകന്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നോറ ജോൺസ്, വേറൊരു ആളിലുള്ള നോറ ജോൺസ് എന്ന് പറയുന്ന മകളുണ്ട്. ഗീതാലി ശങ്കർ എന്നുള്ളൊരു പേരും അവർക്കുണ്ട്. ഇവരെല്ലാം അന്ന് ഈ കച്ചേരി അവതരിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. MA ബേബി അന്ന് CPM-ൻ്റെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഇവർ വന്നത്. മാനവീയം പരിപാടി 2000-ലാണ് തോന്നുന്നു. അന്ന് ഈ കച്ചേരി നടക്കുമ്പോൾ അവരുടെ വേദിയിൽ തമ്പുരു മീട്ടിക്കൊണ്ടൊരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ഒരു കേരളീയ സ്ത്രീയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ. അന്നേരം 8:30 കഴിഞ്ഞ് ഇത് വാർത്ത കൊടുക്കണമല്ലോ, ഞാൻ പോകാനായിട്ട് താഴെ ഇറങ്ങിയ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആളിനോട് ചോദിച്ചു, ഈ ഇരിക്കുന്ന ആരാണെന്ന്. അന്നേരം അയാൾ പറഞ്ഞത് സുകന്യ ഉണ്ണികൃഷ്ണനാണ്, മലയാളിയാണെന്ന് പറഞ്ഞു. റാം അവരുടെ ഒരു ഫോട്ടോ എടുത്തു.
അന്നേരം അയാൾ പറഞ്ഞു ഒരു 3/4 മണിക്കൂർ വന്നു കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരുമല്ലോ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് അന്നേരം സമയമില്ലാത്തതുകൊണ്ട് നേരെ പോയി. അന്ന് ടെലിഫോൺ ഡയറക്ടറി ഉള്ള കാലമാണ്. ഞാൻ ഈ ടെലിഫോൺ ഡയറക്ടറി നോക്കിയപ്പോൾ 11 സുകന്യ ഉണ്ണികൃഷ്ണന്മാരുണ്ട്. ആദ്യത്തെ വാർത്ത കൊടുത്ത്, എന്നാൽ സിറ്റി എഡിഷൻ ഒരുപാട് ലേറ്റായിട്ടല്ലേ, അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിളിച്ച് 9ാമത്തെ ആൾ ഒറിജിനൽ സുകന്യ ഉണ്ണികൃഷ്ണനാണ്. 10:30 കഴിഞ്ഞ്. അന്നേരം അവരെന്താണെന്നൊക്കെ ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ എടുത്തത് അവരുടെ ഹസ്ബൻഡ് പാരീസിലാണ്, ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഈ രവിശങ്കറൊക്കെ പാരീസിൽ ചെല്ലുമ്പോൾ ഇവരെ അനുഗമിക്കാറുണ്ട്. ഇവരും പാരീസിലായിരുന്നു അന്ന്. അവിടെയൊക്കെ ഈ തമ്പുരു മീട്ടാൻ വിളിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും വിളിച്ചു. അങ്ങനെ ആ വാർത്തയിൽ തമ്പുരു മീട്ടാൻ മലയാളി വനിതയെന്ന് സിറ്റി എഡിഷനിൽ ഒരു വാർത്തയും പടവും കൊടുത്തു. അവർക്ക് വലിയ സന്തോഷമായി. അടുത്ത ദിവസം ഉച്ചയായപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു സുകന്യ വലിയ സങ്കടം പറയുന്നു. അവരുടെ ചിത്തി അമ്മയുടെ സഹോദരി തിരുവനന്തപുരത്താണോ കേരളത്തിലെ എവിടെയുണ്ട്, വർഷങ്ങളായി കണ്ടിട്ട് അവരെക്കുറിച്ചൊന്ന് ഒരു റിപ്പോർട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു അന്നേരം സുകന്യ നമ്മളോട് സംസാരിക്കുമെന്ന് ചോദിച്ചു. അന്നേരം കോവളത്തെ ഹോട്ടലിലുണ്ട്, ഹോട്ടലിൻ്റെ നമ്പരും റൂം നമ്പരും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് സുകന്യ സംസാരിച്ച്. അടുത്ത ദിവസം സുകന്യ ചിത്തിയെ തേടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ 1-ാം പേജ് വാർത്ത അടിച്ചു. അന്ന് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഇവരുടെ എല്ലാം മീറ്റ് ദ പ്രസ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലുണ്ട്. അന്നേരം ഞാനത് കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെ പ്രസ് ക്ലബ്ബിൽ ഒരു ഫോൺ വന്നു എന്നെ അന്വേഷിച്ച്. അന്നേരം ഈ പറയുന്ന സുകന്യയുടെ സഹോദരി ചിത്തി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. അവരുടെ മകള് ഇൻ്റഗ്രേറ്റഡ് ഫൈനാൻസിൽ ജോലി ചെയ്യുന്നുണ്ട്, പ്രേമ. അവരെപ്പോൾ അവിടെ ഈ വഞ്ചൂരാണ് അവരുടെ ഓഫീസ് എന്നെല്ലാം പറഞ്ഞു. അന്നേരം അന്ന് MA ബേബിയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഇവർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, രവിശങ്കറിനെല്ലാം. ഞാൻ ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് ഞാൻ ബേബിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവരെ കൂട്ടി വീട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പ്രേമയും വിളിച്ച് അവരുടെ ചിത്തി അമ്മയും എല്ലാം കൂട്ടി ഞാനും ഫോട്ടോഗ്രാഫറും കൂടെ ടാക്സി പിടിച്ച് അങ്ങ് പേയാടുള്ള ബേബി അന്ന് അവിടെ താമസിച്ചത്. ആ വീട്ടിൽ ചെന്നു. പണ്ഡിറ്റ് രവിശങ്കർ ഭയങ്കര സന്തോഷമായി. ഇവർ സുകന്യക്ക് വലിയ ഇതായിരുന്നു. അവർ കെട്ടിപ്പിടിക്കുന്നു. അന്നേരം പണ്ഡിറ്റ് രവിശങ്കറിന് എനിക്ക് എന്തെങ്കിലും തരണം. അങ്ങനെ അദ്ദേഹം അടുത്തോട്ട് പോയിട്ട് ഒരു പേഴ്സിൽ നിന്ന് ഒരു ബണ്ടിൽ ഓഫ് നോട്ട്സ്, ഒരു കെട്ട് നോട്ട് കൊണ്ടുവന്നു. എനിക്ക് നേരെ നീട്ടി. ഞാൻ പറഞ്ഞു ഞാനിത് വാങ്ങിക്കത്തില്ല. അന്നേരം MA ബേബി പറഞ്ഞു കേരളത്തിലെ പത്രപ്രവർത്തകരൊന്നും അങ്ങനെയുള്ള ആൾക്കാരല്ല. അങ്ങനെ അദ്ദേഹം ചോദിച്ചു എന്താണ് പിന്നെ ഒരു ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോയിൽ MA ബേബി ഉണ്ട്, സുകന്യ ഉണ്ട്, പണ്ഡിറ്റ് രവിശങ്കറുണ്ട്, നോറ ജോൺസ് ഉണ്ട്, അനുഷ്ക ശങ്കറുണ്ട്, ചിത്തിയുടെ മകൾ പ്രേമ. ഇത്രയും പേരുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ആ ഫോട്ടോയുടെ ഒരു വാല്യൂ പിന്നെ കൂടി വന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നോറ ജോൺസിന് ഗ്രാമി അവാർഡ് കിട്ടി. അന്നേരം അത് വെച്ച് ഞാനൊരു വാർത്ത ചെറിയ റിപ്പോർട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അനുഷ്കയ്ക്ക് കിട്ടി, രവിശങ്കർ മരിച്ചു. ഇങ്ങനെ ഓരോ സമയത്ത് ഓരോരോ റിപ്പോർട്ടുകൾ പഴയ അനുഭവം വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴല്ല ഈ സുഷമ ഉണ്ണികൃഷ്ണൻ എന്നെ വീട്ടിലേക്ക് വിളിക്കും. വൈഫൊക്കെ ആയിട്ട് ഒരു ദിവസം ഇവിടെ പിന്നെ PTP നഗറിലാണ്. അങ്ങനെ ഒരു ദിവസം ഞാനും വൈഫും കൂടെ അവരുടെ വീട്ടിൽ പോയി. അത് ഒരുപാട് നാളുകൾക്ക് ശേഷം. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൻ്റെ മതിലിൽ ഒരു പേരെഴുതി വെച്ചിരിക്കുന്നു, യവസക്ക. വീട്ടുപേരാണ് യവസക്ക. അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത് പേര്. അന്നേരം പുള്ളിക്കാരി ചോദിച്ചത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അന്നേരം ഭർത്താവിൻ്റെ താല്പര്യമാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിശദീകരിച്ചത് യേശുദാസ് വയലാറ് സത്യൻ കപ്പ. അന്നേരം ഭർത്താവിൻ്റെ ടേസ്റ്റാണ് യേശുദാസിൻ്റെ പാട്ട്, സത്യൻ്റെ അഭിനയം, വയലാറിൻ്റെ പാട്ടുകൾ, ഗാനങ്ങൾ, കപ്പയോടുള്ള ഇത് മരിച്ചിങ്ങി. അന്നേരം അടുത്ത ഫീച്ചറായി സൺഡേ ഫീച്ചർ ഇത് വെച്ചിട്ട് അന്നേരം ഒരു വാർത്ത പോയ വഴി. എന്നിട്ട് അവരുടെ മകൻ്റെ കല്യാണത്തിന് വിളിച്ചു. SSLC ചോദ്യപേപ്പർ ചോർന്ന സമയത്ത് പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികളുടെ കല്യാണത്തിൽ ഞാൻ പിന്നെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബന്ധം കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയും. നമ്മൾ എപ്പോഴും വാർത്തയായിരിക്കത്തില്ല, എപ്പോഴാണ് ഒരു വാർത്ത കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളോട് ഒരു വാർത്ത കിട്ടുമ്പോൾ അത് ഇന്നയാൾക്ക് കൊടുക്കണമെന്ന് അവർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് എപ്പോഴും ഒരു നല്ല ബന്ധം ഇങ്ങനെ പുലർത്തിയിരിക്കണം. പിന്നെ ഇത് കൂടാതെ വലിയ സൗഭാഗ്യം കിട്ടിയത് കഴിഞ്ഞ അമേരിക്കയിൽ ഏറ്റവും ഒടുവിൽ പോയ സമയത്തായിരുന്നു അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അന്നേരം അത് വാർത്ത കേരളത്തിക്ക് വേണ്ടി എല്ലാ ദിവസവും അവിടെ വൈറ്റ് ഹൗസിനുള്ളിൽ കയറാനുള്ളൊരു അവസരം കിട്ടി. വൈറ്റ് ഹൗസിൻ്റെ പുറത്തു വരെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ വൈറ്റ് ഹൗസിനുള്ളിൽ കയറി. അതിൻ്റെ അടുത്ത ദിവസമാണ് ജോ ബൈഡൻ ഇലക്ഷൻ സ്ഥാനത്ത് പിന്മാറി. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കുറേ റിപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പരമ്പര ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിന് മുൻതൂക്കം എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റാൻഡ്. അത് ട്രംപ് വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് ഒരു വിശാലമായ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വെളിച്ചമായിട്ട് നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത് എൻ്റെ ചേട്ടൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. അദ്ദേഹം ഡോക്ടറാണ്, മോഹൻ സിംഗ്. അദ്ദേഹം ഈ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വീട്ടിൽ വരുത്തും. അതുപോലെ തന്നെ എൻ്റെ അമ്മ നല്ല വായനക്കാരിയായിരുന്നു. അച്ഛൻ്റെ ജോലി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛൻ്റെ ശമ്പളത്തിൽ നിന്ന് വീട്ടു ചെലവിനായിട്ട് കൊടുക്കുന്ന പൈസ അതിൽ നിന്ന് ചെറിയൊരു പൈസ അമ്മ ഒരു കുടുക്ക ഉണ്ടാക്കി അതിലിട്ട് വയ്ക്കും. ഓണമാകുമ്പോൾ ഓണപ്പതിപ്പുകൾ വാങ്ങാൻ വേണ്ടിയാണ്. കേരളകൗമുദി, മനോരമ, മാതൃഭൂമി, ജനേക അന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതൊക്കെ വാങ്ങിച്ച് അന്നേരം അമ്മ അത് വായിക്കും. അന്നേരം അതെല്ലാം ഞാനും വായിക്കും. കടപ്പാക്കടയിൽ ഒരു സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് റീഡിംഗ് റൂമുണ്ട്, വലിയ ലൈബ്രറിയൊക്കെ ഉള്ള. അവിടുത്തെ ബുക്കുകൾ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു. അന്നേരം ആ ബുക്കുകൾ ഞാനും വായിച്ചു തുടങ്ങി. അങ്ങനെ വായനയിലേക്ക് വലിയ രീതിയിൽ എന്നെ ആകർഷിച്ചത് അമ്മയാണ്.
ചേട്ടനും അതുപോലെ തന്നെ ചേച്ചി. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായി വന്ന ദീപ, ഞാൻ എഴുതുന്ന വാർത്ത ആദ്യം വായിക്കും. അവർക്കതൊരു കൗതുകമാണ്. അവർ പറയും കേരള കൗമുദിയിൽ ഇരിക്കുമ്പോൾ മറ്റ് പല സ്ഥാപനങ്ങളിലും ജോലിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കും താല്പര്യമില്ല. കാരണം കേരള കൗമുദി ഒരു കുടുംബം പോലെയാണ് ഞാൻ കണ്ടത്. ഭാര്യ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഞാൻ കേരള കൗമുദിയിലെ ആളിനെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയും. അവർക്ക് ഞാൻ എഴുതുന്ന വാർത്ത നേരത്തെ വായിക്കുന്നതും ഞാൻ വായിച്ച് കേൾക്കുന്നതെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്, വലിയ പ്രോത്സാഹനമാണ്. അന്നേരം ആ രീതിയിൽ കുടുംബത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ജോയി തിരുമൂലപുരം, RS ബാബു, KM റോയി, MS മണി തൊട്ട് ഇപ്പോഴത്തെ പത്രാധിപരായിട്ടുള്ള ദീപു രവി. ശരിക്കും ദീപു രവിയുടെ ഒരു വലിയ പിന്തുണ, ദീപു രവിയുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് പത്രം വന്നപ്പം എനിക്ക് ഒരുപാട് അവസരം കിട്ടി. ആ അവസരത്തിൽ നിന്ന് ഇപ്പം പത്രത്തിൻ്റെ ന്യൂസിൻ്റെ ചുമതലയുള്ള ഒരാളായി മാറി, അസോസിയേറ്റ് എഡിറ്ററായി. പിന്നെ ചാനൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നു, സൈമൾട്ടേനിയസ് ആയിട്ട് ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോഴും ഞാൻ ഓർക്കുന്നത് കേരള പ്രസ് അക്കാഡമിയിൽ ആദ്യം 1986-87 ഞാനന്നൊരു കള്ളപ്പേരിലാണെന്ന് അവിടെ തൃക്കാക്കര NGO ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. അവിടുത്തെ ഒരു ഹൈക്കോടതി ജീവനക്കാരൻ്റെ പേരിലുള്ള മുറിയിൽ ആണ് ഞാൻ താമസിച്ചിരുന്നത്. അന്നേരം അവിടുന്ന് പ്രസ് അക്കാഡമി വന്ന് പഠിക്കുകയും ആ ഒരു കുഗ്രാമത്തിലൂടെ നടന്നു പോവുകയൊക്കെ ചെയ്ത ഒരു കാലമുണ്ട്. അവിടുന്ന് ഇന്നിപ്പോൾ ഇപ്പോൾ ഈ ഒരു പദവിയാണോ കേരള കൗമുദിയിൽ ഒരു ചുമതല വഹിക്കാൻ കിട്ടിയതും എല്ലാം വലിയൊരു സൗഭാഗ്യമായിട്ട് വേണം. എന്നാലും ആ പ്രസ് അക്കാഡമി പഠിച്ച ആ ഒരു കാലത്തിൻ്റെ രസം അതിപ്പോഴും മായാതെ മനസ്സിലുണ്ട്. ഈ സിനിമയിൽ ഇൻ്റർവ്യൂ ചെയ്ത കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ചാരുലതയായിട്ട് അഭിനയിച്ച മാധവി മുഖർജി, അവർ തിരുവനന്തപുരത്ത് IFFKയിൽ വന്നപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു കൗതുകം. ആ പ്രായത്തിലും അവരെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുള്ളൊരു വലിയ ഇതായിരുന്നു. ഞാൻ പോയി അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൃണാൾ സെന്നിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മൃണാൾ സെൻ്റെ ഒരു ഇൻ്റർവ്യൂ വളരെ ഇതായിരുന്നു. മൃണാൾ സെൻ അന്ന് പറഞ്ഞു ഈ അവിടുത്തെ പൊളിറ്റിക്കൽ മാറ്റം വരാൻ പോകുന്നു, ബംഗാളിൻ്റെ ഭാവിയെക്കുറിച്ച് ഭയം തോന്നുന്നു പറഞ്ഞ് 1-ാം പേയിൽ അടിച്ച് അടുത്ത ഇലക്ഷനിൽ അവിടെ മമതാ ബാനർജി അധികാരത്തിൽ വന്നു. അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട്. അത് ന്യൂസ് പേപ്പർ ബോയ് രാംദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകനായിരുന്നു ന്യൂസ് പേപ്പർ ബോയുടെ സംവിധായകൻ. അദ്ദേഹത്തെക്കുറിച്ച് പ്രദീപ് നായർ എന്ന് പറഞ്ഞാൽ ഇപ്പം നാഷണൽ അവാർഡ് ഒരിടം എന്നുള്ള സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. നാഷണൽ ജൂറി ആയിരുന്നു ഇത്തവണ. NN പിള്ളയുടെ മകളുടെ മകനാണ് അദ്ദേഹം. സംവിധാനം ചെയ്ത ന്യൂസ് പേപ്പർ ബോയ് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ പത്രത്തിൽ തന്നെ വന്ന ശേഷം വാരാന്ത്യ കൗമുദിയുടെ ചുമതല വഹിച്ചു, കൗമുദി വാരികയുടെ. അതുമൊക്കെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശിവനയനം എന്നുള്ള പുസ്തകത്തിന് അത് മീഡിയ അക്കാഡമിയാണ് പ്രസിദ്ധീകരിച്ചത്. അതിന് അബുദാബി ശക്തി സാഹിത്യ അവാർഡ് കിട്ടി. അത് പൊന്നാനി വെച്ചായിരുന്നു. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് തന്നത്. അന്ന് T പത്മനാഭനും ആശംസാ പ്രാസംഗികനായിട്ടുണ്ടായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ അവാർഡ് മേടിച്ചിരുന്നു, ജയകുമാർ സാറ് മേടിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ അനുഭവങ്ങളും കിട്ടി. ശിവനയനം എന്നുള്ള പുസ്തകമാണ്. അത് ശിവൻ ചേട്ടനെക്കുറിച്ചുള്ള പുസ്തകമാണ്, ഫോട്ടോഗ്രാഫറായിരുന്നു. ആ പുസ്തകം കഴിഞ്ഞ തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ജയകുമാർ സാറിനാണ്. അതിൽ അവസാന റൗണ്ടിൽ വന്ന 4 ബുക്കുകളിൽ റണ്ണറപ്പ് സ്ഥാനത്ത് വന്നത് ശിവനയനമായിരുന്നു. ഇത് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഇവർ എൻട്രി ക്ഷണിച്ചല്ല അന്ന് അവാർഡ് കൊടുക്കുന്നത്. അത് അവരുടെ വെബ്സൈറ്റിലുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു. ഇപ്പോഴും നോക്കിയാലും കാണാം, വെബ്സൈറ്റിൽ ആ പേര് കിടപ്പുണ്ട്. അതൊരു വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ശരിക്കും ഒരു ലിറ്റററി ജേർണലിസം എപ്പോഴും പൊളിറ്റിക്സ് എല്ലാം കവർ ചെയ്യുന്ന സമയത്തും ലിറ്റററി ജേർണലിസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ 2016 അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് കോടിയേരി സെക്രട്ടറി ആയപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞാൻ സമയം നിശ്ചയിച്ചിരുന്നു. ആ ദിവസമാണ് ലാവ്ലിൻ കേസിനെതിരെ വീണ്ടും പുനരന്വേഷണം വേണമെന്നുള്ള രീതിയിൽ കോൺഗ്രസ് കൊടുത്ത അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. അന്ന് ഞാൻ വിചാരിച്ച അന്ന് ഇൻ്റർവ്യൂ നടക്കില്ല. പക്ഷേ അദ്ദേഹം കറക്റ്റ് സമയത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ലാവ്ലിന് ഇനി കത്തില്ല, കാലം കഴിഞ്ഞ് ലാവ്ലിന് ഇനി കത്തില്ല. അന്ന് അദ്ദേഹം നമ്മളോട് മാത്രമേ സംസാരിച്ചുള്ളൂ. ആ ഇൻ്റർവ്യൂ ഒരു ഫുൾ പേജ് കൗമുദിയിൽ എഡിറ്റ് പേജിൽ വന്നു. 1-ാം പേജിൽ ഈ കാലം കഴിഞ്ഞ് ലാവ്ലിൻ കത്തില്ല. അടുത്ത ദിവസം എല്ലാ ചാനലുകളും ഈ വാർത്തയാണ് കൊടുത്തത്, ഇത് ടേക്ക് ഓവർ ചെയ്ത്. അങ്ങനെയുള്ള ഈ നമ്മളൊരു ക്രെഡിബിലിറ്റി നിലനിർത്തുന്ന എപ്പോഴും വളരെ പ്രധാനമാണ്. എഴുതിയതിനെക്കാട്ടിൽ കൂടുതൽ എഴുതാത്ത കാര്യങ്ങൾ മനസ്സിലുണ്ട്. കാരണം എഴുതരുതെന്നൊരാൾ പറഞ്ഞ ഒരു വാർത്തയും ഞാൻ ഇന്ന് വരെ എഴുതിയിട്ടില്ല. അവർ ഒരു വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്ന, ഇനി എത്ര വലിയ എക്സ്ക്ലൂസീവ് ആണെങ്കിലും ഒരിക്കലും എഴുതിയിട്ടില്ല. ആ ബന്ധങ്ങൾക്കെന്നും ഞാൻ വില കൽപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ എനിക്ക് എന്തുണ്ട് സമ്പാദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സ് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള ഒരു സ്വത്തോ ഉണ്ടാക്കില്ല. പക്ഷേ അതൊരു വലിയ സ്വത്തായിട്ട് ഞാൻ കാണുന്നുണ്ട്. എവിടെ പോയാലും നമ്മളോട് അടുപ്പം കാണിക്കുന്ന, നമ്മളോട് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പത്രപ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു.